السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون وهو الله في السماوات وفي الأرض. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. يا أيها الناس اتقوا الله. മുമ്പത്തേക്കാളേറെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭവും കൂടിയാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുടുംബജീവിതത്തിൽ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങൾ ഏതൊക്കെ രംഗത്ത് നമ്മൾ പരിഗണിക്കാതിരിക്കുന്നുവോ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ ജീവിതത്തിൽ മാത്രമല്ല, എവിടെയൊക്കെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ നമ്മൾ അവഗണിക്കുന്നുവോ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. സൂറത്ത് നൂറിലെ ഒരായത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിക്കട്ടെ. പ്രവാചകന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിക്കട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് വല്ല കുഴപ്പമുണ്ടാകുമോ, വല്ല ഫിത്നയും ഉണ്ടാകുമോ എന്നുള്ള വിഷയം അവർ സൂക്ഷിക്കട്ടെ. അതല്ലെങ്കിൽ അവർക്ക് വേദന ഏറിയ ശിക്ഷ വരുമെന്നതിനെ സംബന്ധിച്ച് അവർ സൂക്ഷിക്കട്ടെ. കുടുംബജീവിതത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, വിവാഹത്തിലൂടെയാണ് കുടുംബ ജീവിതം തുടങ്ങുന്നത്. വിവാഹ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കാര്യമായി ശ്രദ്ധിക്കാൻ പറഞ്ഞ ചില നിർദ്ദേശങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കാര്യമായി ശ്രദ്ധിക്കാൻ പറഞ്ഞ ചില നിർദ്ദേശങ്ങളുണ്ട്. അത് നമ്മളൊക്കെ കല്യാണങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കല്യാണത്തിലേക്ക് ആ രംഗവുമായി ബന്ധപ്പെടുമ്പോൾ എത്ര ആളുകൾ അത് ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. നിങ്ങളെല്ലാ നിക്കാഹിന്റെ കുത്തുബയിലും കേൾക്കുന്ന ഒരു ഹദീസാണ് തുങ്കഹൽ മർഅതു ലി അർബഅ. 4 കാര്യങ്ങൾ നോക്കിയാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരാൾ വിവാഹം ചെയ്യപ്പെടാത്തത്. ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോൾ 4 കാര്യങ്ങളാണ് നാട്ടിൽ ശ്രദ്ധിക്കുക. ലി മാലിഹ വലി ജമാലിഹ വലി ഹസദിഹ വലി ദീനിഹ. ഒന്ന് അവളുടെ സ്വത്ത്, ഒന്ന് അവളുടെ തറവാട്, അവളുടെ സൗന്ദര്യം, അവളുടെ ദീൻ. ഈ 4 കാര്യങ്ങൾ സാധാരണ നോക്കാറുണ്ട് നാട്ടിൽ. എന്നാൽ വിശ്വാസികൾ ഏതാണ് നോക്കേണ്ടത്, ഏതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ഫദ്ഫർ ബിദാത്തി ദീൻ. മതമുള്ളവൾക്ക് നീ പ്രാധാന്യം നൽകുക. മതമുള്ളവളെ, പടച്ചോനെ പേടിക്കുന്ന സ്ത്രീയെ തിരഞ്ഞെടുത്തുകൊണ്ട് നീ വിജയം വരിക്കുക. തെരിപത്ത് ചെയ്താൽ അല്പം കയ്യിൽ മണ്ണ് പുരണ്ടാകും, കുറച്ച് കഷ്ടപ്പെട്ടാലും നീ മതബോധമുള്ള സൽസ്വഭാവമുള്ള ആ സ്ത്രീയെ ആയിരിക്കണം നീ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. വിവാഹ രംഗത്തുള്ള അല്ലെങ്കിൽ വിവാഹ ആലോചന നടക്കുന്ന സന്ദർഭത്തിൽ ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന കുറേ ആളുകളുണ്ട്. പലരും രക്ഷിതാക്കളാണ്, പലരും കല്യാണം കഴിച്ച ആളുകളാണ്, പലരും അമ്മായിമ്മമാരാണ്, പലരും വിവാഹപ്രായമെത്തിയ ആളുകളാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട സംഗതി, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ദീനീ വിഷയത്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? സൽസ്വഭാവത്തിനും ദീനിനുമാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ അനുസരിക്കുന്നില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ ഞാൻ പറഞ്ഞ വഴി നടക്കണില്ല എന്നൊരു ഭർത്താവ് പറയുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് അയാൾ ശ്രദ്ധിക്കേണ്ട സംഗതി, അയാളുടെ വാപ്പ ശ്രദ്ധിക്കേണ്ട സംഗതി, അയാളുടെ കുടുംബം ശ്രദ്ധിക്കേണ്ടുന്ന സംഗതിയാണ് ദീനീപരമായ സംഗതികൾ നോക്കിയിട്ട് വിവാഹം ചെയ്യുക എന്നുള്ളത്. ഇതിലെത്ര ശതമാനം നമ്മൾ വിജയിച്ചിട്ടുണ്ട്? വിവാഹ രംഗത്തേക്ക് ഇപ്പോൾ ഞാൻ രക്ഷിതാക്കന്മാരോട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം. നിങ്ങളുടെ മകൻ കല്യാണം കഴിക്കുമ്പോൾ തെരഞ്ഞെടുത്ത് ഇങ്ങനെ സെലക്ഷൻ നടക്കുന്ന സമയമാണ്. നിങ്ങൾ പല സ്ഥലത്തും പോയി നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ അതിന്
ചില ആളുകൾ സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകും, ചില ആളുകൾ തറവാടിന് പ്രാധാന്യം നൽകും. കുറച്ച് വയസ്സൊക്കെ ആയാൽ തറവാടും കൂടെ പരിഗണിച്ചിട്ടാണ് കാര്യങ്ങൾ നിർവഹിക്കുക. അതുപോലെ തന്നെ സമ്പത്തും സൗന്ദര്യവും തറവാടും ഒക്കെ പരിഗണിച്ചുകൊണ്ട് വിവാഹം നടത്തുന്ന ആളുകൾ ദീന് പലപ്പോഴും അന്വേഷിക്കാറില്ല എന്നുള്ളതാണ് അവസ്ഥ. അവൾക്ക് ദീനുണ്ടോ, അവളെ വീട്ടിൽ അവളെ ഉമ്മാക്ക് ദീനുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ട് ഉമ്മാന്റെ സ്വഭാവവും സംസ്കാരമൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഉണ്ടാവുക. ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികൾക്കാണ് ഉമ്മാന്റെ സംസ്കാരവും ഉമ്മാന്റെ സ്വഭാവവും ഉണ്ടാവുക. അപ്പൊ ഈ പെൺകുട്ടി ഭർത്താവിനെ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ വിവാഹ രംഗം ആ ആലോചന നടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നു. അവിടെ ദീൻ നോക്കുന്നില്ല. സൗന്ദര്യം അത് ഓക്കെയാണ്, സൗന്ദര്യമാണ് മിക്ക ആൾക്കാരുടെയും ഒരു പ്രത്യേകിച്ച് യുവ നിര നോക്കുന്നത് സൗന്ദര്യമാണ്. അതിന്റെ ബാക്കിൽ എന്തെന്നുള്ള പ്രശ്നമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായ കൾച്ചറിൽ വളർന്നു വരുന്ന സ്ത്രീയെ പറ്റി പറഞ്ഞത് കുപ്പയിൽ തളിർത്ത് വരുന്ന ചെടി എന്നാണ്. നമ്മൾ കേട്ട ഹദീസാണ്. ഒരു കുപ്പ എന്ന് പറഞ്ഞാൽ എല്ലാ വേസ്റ്റും കൊണ്ടുപോയി തട്ടുന്ന സ്ഥലമാണ്. അതിലൊരു ചെടി വളർന്നു വരുമ്പോൾ അതിന് നല്ല തളിർപ്പുണ്ടാവും, അത് നല്ല പച്ചപ്പുണ്ടാവും, കാണാൻ നല്ല രസമുണ്ടാവും. ആ ചെടി നല്ല മുഞ്ചുണ്ടാവും, കാരണം എല്ലാ വളക്കൂറുള്ള സ്ഥലത്തു നിന്നാണ് വളർന്നു വരുന്നത്. ഇതേപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോശമായ കൾച്ചറിൽ ജീവിച്ച ഒരു പെൺകുട്ടി, സുന്ദരിയായ പെൺകുട്ടി, അവളുടെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ ഭർത്താവിന് കഴിയില്ല, ഭർത്താവിന്റെ ഉമ്മാക്ക് കഴിയില്ല, ഭർത്താവിന്റെ ഉപ്പാക്ക് കഴിയില്ല, ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാർക്കോ പങ്ങന്മാർക്കോ നാത്തുമാർക്കോ ആ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാച്ചാൽ മോശമായ കൾച്ചറാണ് അവൾക്ക്, മോശമായ സംസ്കാരം. ദീൻ അവൾക്കില്ല, സൽസ്വഭാവം അവൾക്കില്ല. ഉമ്മാനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അമ്മായിമ്മയോട് എങ്ങനെ പെരുമാറേണ്ടത്, അമ്മോച്ചനോട് എങ്ങനെ പെരുമാറേണ്ടത്, ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാരോടും അനിയന്മാരോടും എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊന്നും അവൾക്ക് യാതൊരു ബോധവും യാതൊരു സംസ്കാരവും ഉണ്ടാവില്ല. എങ്ങനെ സംസാരിക്കും, എങ്ങനെ പെരുമാറും, ഏത് ഇടപെടലുകളിലും അവൾ വേണ്ടിയുണ്ട്, ഒക്കെ പ്രശ്നമില്ല. അതാണ് ഞാൻ നിങ്ങളുടെ സൂറത്ത് നൂറിലെ ആയത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിക്കട്ടെ. വല്ല കുഴപ്പമുണ്ടാവുമെന്ന്. കുടുംബജീവിതത്തിൽ കുഴപ്പങ്ങളാണ് പലപ്പോഴും ആളുകൾ ഇഷ്ടംപോലെ പറയുന്നത്. അറിയാം, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറിയാം പല വിഷയത്തിൽ ഇടപെടേണ്ടിട്ടുണ്ട്. അത് മിക്ക സംഗതിയും കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. ഓരോ സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ പറയും, ഒരു നിങ്ങൾ ഇന്ന് വിഷയം ഭർത്താവിനെ അനുസരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ മൂപ്പര പെണ്ണുങ്ങളൊന്നും വെള്ളിയിലൊന്നുണ്ടോ? മൂപ്പര വിഷയം എന്താ വെച്ചാൽ മൂപ്പര പെണ്ണുങ്ങൾ മൂപ്പര ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ മൂപ്പർക്ക് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. കാരണം ഇത് കെട്ടിക്കൊണ്ടിരുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അത് ശ്രദ്ധിച്ചില്ല. അന്ന് പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോക്കി, ഫ്രണ്ടിലെ ഗ്രൗണ്ട്, മുന്നിലെ ഗ്രൗണ്ട്, ബാക്കിലെ ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ടാണ് മൂപ്പര് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് സമ്പത്ത് നോക്കി, സൗന്ദര്യം നോക്കി, പലതും നോക്കി. പക്ഷേ ആ കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാവണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ദീൻ അവിടെ ഇല്ല, സൽസ്വഭാവം അവിടെ ഇല്ല. സൂറത്ത് നൂറിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, അത്തയ്യിബാതു ലിത്തയ്യിബൂന വത്തയ്യിബൂന വത്തയ്യിബാതു ലിത്തയ്യിബീൻ, അൽ ഖബീസാതു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. നല്ല പെണ്ണുങ്ങൾ നല്ല ആണുങ്ങൾക്കാണ് കുഫു വെക്കുക. നല്ല ആണുങ്ങൾക്ക് കുഫു വെക്കുന്നത് നല്ല പെണ്ണുങ്ങളും, നല്ല പെണ്ണുങ്ങൾക്ക് കുഫു വെക്കുന്ന നല്ല ആണുങ്ങളും. ചീത്ത പെണ്ണിന് കുഫു വെക്കുന്നത് ചീത്ത ആണാണ്, ചീത്ത ആണിന് കുഫു വെക്കുന്നത് ചീത്ത പെണ്ണാണ്. അങ്ങനെയാണ് കുഫു. നമ്മളെ ബ്രോക്കർമാരെ കുഫു അല്ലത്. ബ്രോക്കർമാർ വേറൊരു ടൈപ്പിലാണ് കുഫു പറയുന്നത്. ഒരേ ലെവലിലുള്ള തറവാട്, ഭർത്താവാകാൻ പോകുന്ന, ഭാര്യയാകാൻ പോകുന്ന ആളുകൾക്ക് ഒരേ ഹൈറ്റ്, വെയിറ്റ്, നിറം, കളർ ഒക്കെ വളരെ വളരെ സൂക്ഷ്മമായിട്ട് വിശകലനം നടത്തിയിട്ട് അവർക്ക് ഏറ്റവും പ്രധാനം അവർ സമ്പത്താണ് നോക്കുക. കാരണം അവർക്ക് കമ്മീഷനും കൂടെ ഒരു വിഷയം അതിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക സമ്പത്താണ്. എന്നിട്ട് ബാക്കിയുള്ളത് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ആക്കില്ല. ഇത് ബാക്കി കുറച്ചൊക്കെ പോരായിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അടുപ്പിക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, കല്യാണം അടുപ്പിക്കണ പരിപാടി. അത് പിന്നെ അടുപ്പിക്കണ അവസ്ഥയ്ക്കൊന്നും കല്യാണം കഴിഞ്ഞാൽ പിന്നെ മൂലം നോക്കിക്കോളൂ. പിന്നെ ബ്രോക്കർ കയ്യിൽ റോഡില്ലാത്തത് മൂപ്പര് തടി സലാമത്താക്കും. പിന്നെ ബാക്കി മറ്റുള്ളതായിക്കോളൂ. ആ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. കുടുംബരംഗത്ത് ഇടപെടുമ്പോൾ, കുടുംബജീവിതത്തിൽ ഇടപെടുമ്പോൾ ജീവിതത്തിൽ സമാധാനമില്ല എന്ന് ആളുകൾ പറയുന്നത്. കല്യാണം കഴിച്ചതിന് ശേഷം ഒരു സമാധാനമില്ല. അതിനേക്കാളും മുമ്പ് ഈ വിവരം നേരത്തെ അറിയണമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതാണ് കുടുംബജീവിതം എന്ന് ഞാൻ നേരത്തെ അറിയണമെങ്കിൽ
ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു, സത്യ ആത്മാർത്ഥമായിട്ട് മനസ്സ് തട്ടി പറയുന്ന ആൾക്കാരുണ്ട്. ഒരു വീട് അത് സ്വർഗ്ഗമാക്കണോ നരകമാക്കണമോ എന്ന് തീരുമാനിക്കേണ്ട ഒരു സ്ത്രീയാണ്. ആണിന് അതിൽ അത്ര റോളില്ല, പെണ്ണിനാണ് പ്രധാന റോൾ. കാരണം എന്താ പറയുന്നത്, ആണ് നേരം വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങുന്നത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അയാൾ പിന്നെ രാത്രി തിരിച്ചു വരും, അല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരും. അത് ആ സമയം വരെ ഈ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആ സ്ത്രീയാണ്. മക്കള് LKG പോകുന്നത് വരെ, നഴ്സറിയിൽ പോകുന്നത് വരെ ഉമ്മാന്റെ അടുത്താണ് നിൽക്കുന്നത്. ഉമ്മാന്റെ അതേ സ്വഭാവം, പ്രത്യേകിച്ച് പെൺകുട്ടികളുണ്ട്, ഉമ്മാന്റെ അതേ സ്വഭാവം, ഉമ്മാന്റെ അതേ സംസാരിച്ചേക്കും, ഉമ്മാന്റെ അതേ പെരുമാറ്റം. അത് ശരിക്കും നമുക്ക് കാണാൻ കഴിയും. ഒരു കുടുംബ പ്രശ്നത്തിൽ ഭർത്താവിനെ അനുസരിക്കണില്ല എന്നാണ് ഭർത്താവിന്റെ കംപ്ലൈന്റ് ഭാര്യനെ പറ്റി. അയാൾക്ക് വേറെ ഒന്നും പറയാനില്ല, വളരെ ഭക്ഷണമൊക്കെ വളരെ ഉഷാറാണ്, നേരത്തിന് ഭക്ഷണം ഉണ്ടാക്കും, ഒക്കെ റെഡിയാണ്. പക്ഷേ ഓളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അനുസരിക്കില്ല. പിന്നെ ബഹുമാനമില്ലാതെ സംസാരിക്കും, പ്രത്യേകിച്ച് ആൾക്കാരുടെ ഇടയിൽപ്പെട്ട്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ഇടപെട്ട് സംസാരിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി, ഇവിടെ അമ്മ അതേ സ്വഭാവമാണ്. വാപ്പാനോട് പെരുമാറുമ്പോൾ പ്രത്യേകിച്ച് ആൾക്കാരുടെ ഇടയിലൊക്കെ കുറച്ചൊന്ന് നെളിഞ്ഞു സംസാരിക്കുന്ന ഒരു പെണ്ണാണ് ഇവളമ്മ. നമ്മളുടെ നമുക്ക് വീട്ടിൽ കയറി ചെന്നാൽ മനസ്സിലാവും ഇവിടെ നിയന്ത്രിക്കുന്ന ആണാണോ പെണ്ണാണോ. പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള സമയത്ത് വീട്ടിൽ ഇങ്ങനെ കയറി ചെന്നാൽ മൂപ്പരുണ്ടാവും കസാലയിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പേ നിങ്ങളവിടേക്ക് ഞാൻ വരട്ടെ ചെയ്യുന്ന പറയുന്നത് ഓള് അടുക്കളയിൽ നിന്ന് ആരറിയും, ആര് മൂപ്പര ഭാര്യ അടുക്കളയിൽ നിന്ന് വന്നിട്ട് പിന്നെ കംപ്ലീറ്റ് മൈക്കാരായില്ല ഉള്ളത് ഭാര്യൻ്റെ കയ്യിലിരിക്കും. പിന്നെ മൂപ്പരിങ്ങനെ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഞാൻ എപ്പോഴെന്നല്ലേ നല്ല ഇങ്ങനെ ഒന്ന് ക്ലിയർ ആക്കി ഇരുന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് തലാട്ട് ശരിയാണ്, ഓള് പറഞ്ഞ ശരിയാണ്, വളരെ ശരിയാണ്, അടി വരയിടുക, മുകളിൽ വരയിടുക, അതൊക്കെയാണ് ആര് പരിപാടി, ഉയർന്നുള്ള പരിപാടി. ഇത് കുടുംബജീവിതത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. പെണ്ണിന് ഇസ്ലാം നൽകിയ ഒരു രംഗമുണ്ട്, ഏതുവരെ ഒരു സ്ത്രീ ഏതുവരെ വരാറുണ്ട്. ആണും ഏതൊക്കെ റോളാണ് ആണുള്ളതെന്നും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. റിജാൽ ഖവ്വാമുന അലൻ നിസാ, പുരുഷന്മാരാണ് ശരിക്കും നിയന്ത്രിക്കേണ്ട ആളുകൾ. ഖവ്വാം, വീട് നിയന്ത്രിക്കേണ്ട ആളുകൾ പുരുഷനാണ്. അയാളുടെ കീഴിലാണ് എത്ര പേർക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് തിരക്കില്ല. മൂപ്പര് 4ാം ക്ലാസ്സാണെന്ന് വിചാരിക്കുക, ഏത് പുയാപ്പള വാപ്പ 4ാം ക്ലാസ്സാണെന്ന് വിചാരിക്കുക, ഇവള് PG കഴിഞ്ഞവളാണെങ്കിലും ശരി, അല്ല അതിൻ്റെ മുകളിലുള്ള ആയിക്കോട്ടെ ആണെങ്കിലും ശരി, വീട്ടിൽ അയാളുടെ ഭാര്യയാണ് വിടുന്നത്. അപ്പം അയാളുടെ ഭാര്യയായിട്ട് നിൽക്കുമ്പോൾ അയാളനുസരിച്ച് കൊണ്ടും അയാളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ള സംഗതിയാണ്. ആദരിക്കുക, ബഹുമാനിക്കുക. അത് ഇസ്ലാം വളരെ കാര്യമായി പറഞ്ഞ സംഗതിയാണ്. ഭർത്താവിനെ ആദരിക്കണം, ഭർത്താവിനെ ബഹുമാനിക്കണം. അത് പലപ്പോഴും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലാവും, ആ വീട്ടിൽ ഇവളമ്മ ഇവളെ വാപ്പാനെ അനുസരിക്കില്ല എന്ന് മാത്രമല്ല, ആൾക്കാരെ ഇടയിലിട്ടിട്ടാണ് ഇവളമ്മ ഇവളെ വാപ്പാനോട് വളരെ എന്താ പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്യാത്ത രൂപത്തിലുള്ള സംസാരം. കുട്ടികൾ ചെറുപ്പത്തിലെ അങ്ങനെ പഠിച്ച് വളർന്ന് വലുതായി ഇവർക്ക് തോന്നുകയാണ് ഒരു ഭാര്യ ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കണം. ഭാര്യയ്ക്കൊരു ഉമ്മാൻ്റെ അതേ റോള് മോക്ക് കിട്ടണമെന്ന് മോക്ക് തോന്നുന്നു. അപ്പോൾ മകൾ സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ട സംഗതി, ഒരു സ്ത്രീ അവൾ എത്ര വലിയ ആളായിരുന്നാലും ശരി, ഭർത്താവിൻ്റെ കീഴിൽ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിക്കുമ്പോൾ ഇസ്ലാം ശ്രദ്ധിക്കാൻ പറഞ്ഞ കുറേ സംഗതികളുണ്ട്. അത് ഈ സ്ത്രീയിൽ ഉണ്ടാവണമെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് അന്വേഷിക്കേണ്ടത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പോഴത്തെ സൽസ്വഭാവം ഉണ്ടോ, ദീനുണ്ടോ എന്ന് അന്വേഷിക്കണം. റസൂലുള്ള പറഞ്ഞു, നിങ്ങളത് അന്വേഷിക്കണം. അത് കോലം മാത്രം നോക്കിയാൽ മതിയാവില്ല. കോലം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മാത്രം നോക്കിയാൽ ദീനുണ്ടോ എന്ന് മനസ്സിലാവില്ല. അതൊരു ഭാഗമാണ്, ദീൻ്റെ ഒരു ഭാഗമാണ് ഡ്രസ്സ്. ശരിക്കും അന്വേഷിക്കേണ്ടത് അവളുടെ സൽസ്വഭാവവും ദീനും. അതെല്ലാം വിചാരിക്കുന്നത് സൽസ്വഭാവവും ദീനും അന്വേഷിക്കാതെ കല്യാണം കഴിക്കുന്നത് എങ്കിൽ യാതൊരു സംശയം വേണ്ട, ആ വീട്ടിൽ വളരെ സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന വീട്ടിൽ ആ സ്ത്രീ വന്നതോടുകൂടി, കാരണം മൂത്ത മകന്റെ ഭാര്യ, അയാള് പാപ്പ മോന് കല്യാണം കഴിച്ചു കൊടുത്ത് നമ്മുടെ നാട്ടിലൊക്കെ പുതുക്കം വരലാണ്. ചില നാട്ടിലൊക്കെ അങ്ങോട്ട് പോകണാണ്, കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങോട്ട് ഇല്ലാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങോട്ട് വരലാണ്. എന്താവട്ടെ, ഈ പെണ്ണ്
ഈ പെണ്ണിനോട് പോസ്റ്റ് ചെയ്ത് ഈ പെണ്ണിവിടെ വരുന്നുണ്ട്, ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതുവരെ വാപ്പയും ഉമ്മയും ഈ മൂത്ത ജ്യേഷ്ഠനും താഴത്തുള്ള അനിയന്മാരും പെങ്ങന്മാരൊക്കെ വളരെ സന്തോഷത്തിലും ആനന്ദത്തിലൊക്കെ ജീവിക്കുന്നു. വളരെ സുഖമാണ്, വളരെ ഹാപ്പിയാണ് ആ ജീവിതം. ഇവള് വന്നതോട് കൂടിയിട്ട് അവിടെ ഫിത്തനയുടെ ഉദ്ഘാടനം നിർവഹിക്കണം. ആ പുതുക്കം വരവാണ് ഫിത്തനന്റെ ഒന്നാമത്തെ പരിപാടി. അവിടെ ഓള് വന്ന് പിറ്റേ ദിവസവും ഓളിങ്ങനെ ആലോചിക്കണം എന്താ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കുറച്ച് കഴിയുമ്പോൾ തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുക. പ്രശ്നങ്ങൾ തുടങ്ങാൻ ഇവർക്ക് നല്ല വിവരമുണ്ട്, വിവരത്തിലൊരു കമ്മിയില്ല. എന്തും വാദിക്കാനും ന്യായീകരിക്കാനും കഴിവുള്ളവരാണ് പല സ്ത്രീകളും, നമുക്കറിയാം. പക്ഷെ കുടുംബജീവിതത്തിൽ കയറി നിലവിലുള്ള സമാധാനാന്തരീക്ഷം തകർത്ത എത്ര സംഭവങ്ങൾ നാട്ടിലുണ്ട്. വളരെ സമാധാനത്തോടുകൂടി ജീവിച്ച വാപ്പയും ഉമ്മയും ജ്യേഷ്ഠനും അനിയനും പെങ്ങന്മാരൊക്കെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ടെന്നുകൂടി അവിടെ കൊളകൾ പ്രശ്നങ്ങളുണ്ടാവും. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിക്കട്ടെ. അൻ തുസീബഹും ഫിത്ന, കുഴപ്പമുണ്ടാകുന്നതിനെ സംബന്ധിച്ച്. കുഴപ്പമുണ്ടാകുന്നതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ പരലോകത്തെ സ്വർഗം കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഈ ലോകത്ത് സമാധാനം ശാന്തി ഉണ്ടാവും. ഈ ലോകത്ത് സമാധാന ശാന്തി ഉണ്ടാവും. അള്ളാഹിന്റെ റസൂലിന്റെയും നിർദ്ദേശങ്ങൾ ഏതൊക്കെ രംഗത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ ആ ഭാഗത്തൊക്കെ ഇവിടെ സമാധാനവും ശാന്തി ഉണ്ടാവും, പരലോകത്ത് സ്വർഗവും ഉണ്ടാവും. രണ്ട് ഓഫറാണ്. എന്നാൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിർദ്ദേശങ്ങൾ ഏതൊക്കെ രംഗത്ത് നമ്മൾ അവഗണിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ദുനിയാവിൽ പ്രശ്നങ്ങളാണ്, പരലോകത്ത് നരകങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ള സംഗതി, വിവാഹ രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അള്ളാഹിന്റെ കൽപ്പനകൾ പലപ്പോഴും പാലിക്കാറില്ല ആളുകൾ. റസൂലുള്ളാഹിന്റെ നിർദ്ദേശങ്ങൾ പലപ്പോഴും പാലിക്കാറില്ല. അവിടെ സമ്പത്തിനും അല്ലെങ്കിൽ സൗന്ദര്യത്തിനും അല്ലെങ്കിൽ ഭൗതികമായ സംഗതികൾക്ക് മാത്രം. ഒരു ദീനുള്ള പെണ്ണിന് സമ്പത്തുണ്ട് എന്നുള്ളതുകൊണ്ട് അത് തെറ്റല്ല, ഒരു ദീനുള്ള പെണ്ണിന് സൗന്ദര്യം ഉണ്ട് എന്നുള്ളതും തെറ്റല്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദീൻ അന്വേഷിക്കാതെ ദീനിനെ പറ്റി ആലോചിക്കാതെ വെറും സൗന്ദര്യം മാത്രം നോക്കി പോകുന്നതാണ് പ്രശ്നം. ആ സൗന്ദര്യം വീട്ടിൽ അതൊരു കറുപ്പായിരിക്കും. ആ സൗന്ദര്യത്തിന്റെ വെളിച്ചമുണ്ടല്ലോ, ആ വെള്ള ശരീരത്തിന്റെ വെളിച്ചം വീട്ടിൽ ആർക്കും മനസ്സിലാവില്ല, ആ വെളിച്ചമാണെന്ന് മനസ്സിലാവില്ല. നേരെ വെച്ചാൽ അവിടെ ഈ വിട്ടാണ് ആ സ്ത്രീ വരുന്നതോടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ശ്രദ്ധിക്കുക. സ്ത്രീകളുടെ രക്ഷിതാക്കന്മാരും ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ, മകൾക്ക് ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒന്നാമത്തെ സംഗതി ദീനുണ്ടോന്നാണ്. ദീനും സൽസ്വഭാവമുള്ള ഒരു ചെറുക്കനെ, ഒരു ഭർത്താവിനെ അന്വേഷിക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങളുടെ മകൾക്ക് മതബോധമുള്ള ഒരുത്തൻ വിവാഹാന്വേഷണം നടത്തിയാൽ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നാണ് പ്രവാചകന്റെ നിർദ്ദേശം. നിങ്ങളെ മകൾക്ക് വിവാഹാന്വേഷണവുമായി ഒരു മതബോധമുള്ള സൽസ്വഭാവമുള്ള ഒരാൾ വന്നാൽ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ ഫിത്ന ഉണ്ടാകുമെന്നാണ് റസൂൽ പറഞ്ഞത്. അല്ലെങ്കിൽ ഫിത്ന ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ വിചാരിക്കേണ്ട വളരെ സില്ലിയായ സംഗതിയാണ്. ഇന്ന് കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നു കുറേ കാര്യങ്ങൾ. മിക്ക കുടുംബങ്ങളിലും പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ? ഇത് തന്നെ, ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ, ഭാര്യയെ പരിഗണിക്കാത്ത ഭർത്താവ്, അങ്ങനെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭർത്താവിന്റെ കടമകൾ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാലിഹായ ഒരു സ്ത്രീ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാ സ്വാലിഹായ സ്ത്രീ? ഇതാ നദർത ഇലൈഹ സർറത്ത്, നീ അവളിലേക്ക് നോക്കിയാൽ അവൾ നിനക്ക് സന്തോഷം നൽകുമെന്നാണ്. ഒരു സ്ത്രീ, ഒരു ഭാര്യ, അവളിലേക്ക് നീ നോക്കിയാൽ നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്നു. ജോലി സ്ഥലത്ത് നിന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒന്നിങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോൾ സന്തോഷം തരാൻ കഴിയുന്ന ഭാര്യയായിരിക്കണം ഭാര്യ എന്നർത്ഥമുള്ള പറഞ്ഞു. നീ നോക്കിയാൽ അവൾ പുഞ്ചിരിക്കും, സന്തോഷം തരും. നീ കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും, പറഞ്ഞാൽ കേൾക്കുന്നു. ഭർത്താവ് ഭാര്യയോട് നിർദ്ദേശിച്ചാൽ, അതിപ്പോൾ നമ്മൾ ഈ നിർദ്ദേശം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ കൽപ്പനാസ്വരത്തിൽ, അറബിയിലൊക്കെ അമ്രിന് അർത്ഥം പറയുന്ന മാതിരിയാണ് നിർദ്ദേശിക്കണമെന്നൊന്നുമില്ല. കൽപ്പന എന്ന് പറഞ്ഞാൽ ഭർത്താവ് കൽപ്പിക്കണമെന്നില്ല, ചിലപ്പോൾ സൂചിപ്പിച്ചാൽ മതിയോ. ചിലപ്പോൾ നമുക്കറിയാലോ, സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാവും എന്താണ് ഭർത്താവ് ഉദ്ദേശിക്കുന്നത്. കാരണം 8-10 കൊല്ലം കൂടെ ജീവിച്ച ഭർത്താവ്
അയാൾക്ക് എന്താണ് ഏത് സമയത്ത് എന്താണ് ആവശ്യം എന്നുള്ളത് ഭാര്യയ്ക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും. അപ്പൊ അയാൾ സൂചിപ്പിക്കുമ്പോൾ അത് മനസ്സിലാകാത്ത മാതിരി നിന്നാൽ യഥാർത്ഥത്തിൽ അയാൾ അനുസരിക്കാതെ തന്നെ. രാത്രി കിടക്കുമ്പോ ഗുളിക കഴിക്കാൻ മറന്നുപോയ ഭർത്താവ് അദ്ദേഹം പറയുന്നു, ഞാൻ കിടന്നതിനേക്കാൾ മൂപ്പർക്ക് ഓർമ്മയാണ്, ഞാൻ ഗുളിക കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവളെന്താ ചെയ്യേണ്ടത്? ഭാര്യ എന്താ ചെയ്യേണ്ടത്? ഞാനും ഗുളിക കഴിച്ചിട്ടില്ല അത് കൂടെ കിടക്കുക. ഞാനും കുറേ ആൾക്ക് ഗുളിക വിട്ടു കഴിഞ്ഞിട്ട് ആരും വെച്ചിട്ടൊന്നുമില്ല. പണ്ടും കുറേ ആൾക്കാർ ഗുളികയൊക്കെ വിട്ടിട്ടുണ്ട്, അവരാരും വെച്ചില്ല എന്നറിയില്ലാണ്ട് അല്ലല്ലോ. പണ്ടെന്താ ഓള് എഴുന്നേറ്റ് പോയിട്ട് വെള്ളം എടുത്ത് കൊണ്ടുകൊടുത്ത് മരുന്ന് കൊടുത്ത് കുടിപ്പിക്കുന്നുണ്ട്. അതാണ് കൽപ്പിച്ചാൽ അനുസരിക്കുന്ന പറഞ്ഞാൽ കൽപ്പന അങ്ങനെ വളരെ സ്ട്രോങ് സ്വരത്തിൽ തന്നെ വേണ്ടതില്ല, സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാൻ കഴിയുന്നു. 10 കൊല്ലം കൂടെ ജീവിച്ച ഒരാൾ രാവിലെ എഴുന്നേറ്റാൽ എന്താണ് അയാളുടെ ഭക്ഷണ രീതി, ഉച്ചക്ക് ചോറ് തിന്നുമ്പോൾ എന്താണ് അതിന്റെ കൂടെയുള്ള വെള്ളം, അത് ഒരു ഭാര്യയ്ക്ക് മനസ്സിലാണോ? 10 കൊല്ലം ജീവിച്ചിട്ടും ഇത് അടുക്കളയിൽ നിന്ന് വിളിച്ചു ചോദിക്കണം, നിങ്ങൾക്ക് ഏത് വെള്ളമാണെന്ന് വേണ്ടത്, ഏത് ചൂടുവെള്ളമാണോ തണുത്തവെള്ളമാണോ, നമുക്ക് മനസ്സിലായില്ല. 10 കൊല്ലം ജീവിച്ചിട്ടു. ഭർത്താവിന്റെ കൂടെ 10 കൊല്ലം ജീവിച്ചിട്ട് ഉച്ച സമയത്ത് അയാൾ ഏത് തരം വെള്ളമാണ് കുടിക്കുക, അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ഏത് ചായയാണ്, കട്ടൻ ചായയാണോ അതല്ല പാല് പറഞ്ഞ ചായയാണോ കുടിക്കുക എന്നുള്ള അവൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആലോചിച്ചു, പല അപകട മരണങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. നാട്ടിൽ കത്തിയിട്ട് ശരീരം കത്തിയിട്ടൊക്കെ മരിച്ചിട്ട് ആളെ തിരിച്ചറിയില്ല. അവസാനം ഭാര്യ വന്നിങ്ങനെ നോക്കിയിട്ട് കാലിന്റെ വിരൽ നോക്കിയിട്ടാണ് ഇത് എന്റെ ഭർത്താവാണെന്ന് തീരുമാനിക്കുന്നത്. ആ ബന്ധമാണ് ഇത്. ഭർത്താവിന്റെ കാലിന്റെ 2 വിരല് അല്ലെ കയ്യിന്റെ 1 വിരല് അതേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ വരുന്നുണ്ടാവും. ആളെ മനസ്സിലാവുന്നില്ല, ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അവസാനം ഭാര്യ വന്നിട്ട് പറയണ ഇതിന്റെ ഭർത്താവാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബന്ധമാണ്, ശാരീരികവും മാനസികവുമായ ബന്ധം അത് വളരെ സുദൃഢമാണ് എന്നർത്ഥം. ഇസ്ലാം നിർദ്ദേശിച്ചത് തന്നെ. ഭർത്താവിന്റെ വീട്ടിൽ വന്ന് ഭർത്താവിന്റെ വീട്ടിലുള്ള എല്ലാ രഹസ്യങ്ങളും കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ കൊണ്ടുകൊടുക്കുക, എന്നിട്ട് അവിടെ ഇങ്ങനെ പാട്ടാക്കുക. മൂപ്പരിങ്ങനെ വരുമ്പോ അമ്മായിമ്മ ഒരു ആഹു ചിരി, അമ്മോച്ചൻ കുറച്ചും ചെരിച്ച ചിരി. എന്താ നിങ്ങളെ വീടില്ലേ, നമ്മളന്ന് ബ്രോക്കർ പറഞ്ഞ ഇങ്ങനൊന്നുമല്ലല്ലോ, അവിടെ വളരെ ചെറാണ് മറ്റാണെന്നുള്ള എനിക്കുള്ള സ്വരത്തുള്ള സംസാരം. ഖുർആൻ പറഞ്ഞത് ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവരെ വസ്ത്രമാണ്, അവർ നിങ്ങളുടെയും വസ്ത്രമാണ്. 2 കൂട്ടർ വസ്ത്രമാണ്. ഭർത്താവിന്റെ വസ്ത്രം ഭാര്യ, ഭാര്യന്റെ വസ്ത്രം ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഭർത്താവിന്റെ വീട്ടിൽ വല്ല മൈനസ് ഉണ്ടെങ്കിൽ അത് പെണ്ണ് 10 പറയാൻ പാടില്ലെന്നാണ്. അത് മൂടിയേക്കണം, ലിബാസൈനാണ്. വസ്ത്രം അതിനാണ്, പുറത്ത് കാണാൻ പറ്റാത്ത മൂടിയക്കള്ളാണ് വസ്ത്രം, പിന്നെ സൗന്ദര്യത്തിനുമാണ്. ഭർത്താവിന്റെ വീട്ടിലുള്ള ന്യൂനതകൾ ഭാര്യന്റെ വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഭർത്താവിന് ഇകഴ്ത്തലാണ്. സ്വാഭാവിക ഏത് വീട്ടിലും പോരായ്മകളും ന്യൂനതകളും ഉണ്ടാവും, ഉറപ്പാണ്. അവളെ വീട്ടിലുണ്ടാവും ന്യൂനതകൾ. പക്ഷെ അവിടെ ആ വീട്ടിൽ പോയി അന്വേഷിച്ച് പോരാൻ ആളില്ലാത്തതുകൊണ്ട് അത് മനസ്സിലാവില്ല എന്നുള്ളൂ. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരു പെണ്ണ്, ഒരു സ്ത്രീ, അവൾ സ്വാലിഹായ സ്ത്രീ ആണെങ്കിൽ ഈ പറഞ്ഞ സ്വഭാവം സൽസ്വഭാവങ്ങളുണ്ടാവും. ഇതാ നവർത്തയിലേഹ സഹോദരക്ക, നീ നോക്കിയാൽ സന്തോഷം ഉണ്ടാവും. പുഞ്ചിരിക്കാൻ വേണ്ടി നബി പറഞ്ഞത് എന്താ? പുറത്തുനിന്ന് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ ഭാര്യ തന്നെ വരണം എന്ന് പറഞ്ഞാൽ എന്താ? ഖത്താബിന്റെ ഭാര്യ സ്വർഗത്തിലാണെന്ന് റസൂൽ ഒരിക്കൽ പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടില്ലേ സംഭവം? ഖത്താബിന്റെ ഭാര്യ സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ സഹാബത്ത് അന്വേഷിച്ചു എന്താണ് അവർക്കുള്ള ഗുണങ്ങൾ. ആ സമയത്ത് പറഞ്ഞത് ജോലി കഴിഞ്ഞ് വിറക് വെട്ടി വരുന്ന ഖത്താബിനെ സ്വീകരിക്കാൻ വേണ്ടി ഭാര്യ കാത്തുക്കുന്നതാണ്. അദ്ദേഹത്തിന് ആവശ്യവുമായ വെള്ളവുമായി കാത്തിരിക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചാണ് അവിടെ സഹാബത്തിന് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അവൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണങ്ങൾ പറഞ്ഞത് റസൂലുള്ള ഇതാണ്. ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഭാര്യ കയറുമ്പോൾ തന്നെ പുഞ്ചിരി, സംസാരം, അതൊക്കെ മനുഷ്യന്മാർ തമ്മിൽ അടുപ്പിക്കുന്ന സംഗതിയാണ്. കൽപ്പിച്ചാൽ അനുസരിക്കുന്ന സ്വഭാവം. ഇതില്ലാതൊക്കെയുള്ള ഒരു കാരണം എന്താ? നിങ്ങൾ കൽപ്പിച്ചാൽ അനുസരിക്കാതിരിക്കാനുള്ള ഒരു സ്വഭാവം. ഏറ്റവും പ്രധാനപ്പെട്ടത് ദീനില്ല അവൾക്ക്. രണ്ടാമത്തെ സംഗതി, ആണിനെക്കാളും സാമ്പത്തികവും മറ്റുള്ള നിലക്കും ഭൗതികമായ ഉയർച്ചയിലായിരിക്കും പെണ്ണിന്റെ വീട്. ഈ ഭർത്താവിനെ ആദ്യം തന്നെ തൂക്കിയിട്ടുണ്ട് എല്ലാവരും. ഇവിടെ വാർത്തയും വിളമ്പിയും ഇവളൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ട് തൂക്കി കണക്കാക്കിയിട്ട് അതിന് മുമ്പ് അത്ര തന്നെ ഉള്ളൂ. ഓൾക്ക് അത്രേ വരുമാനമുള്ളൂ, ഓൾക്ക് അത്ര കുടുംബ തറവാടൊക്കെ അത്രയാണ്, എല്ലാം നിലക്ക് തൂക്കി കണക്കാക്കുമ്പോൾ സ്വാഭാവികം അവളെ മനസ്സിലുണ്ടാവും ഇത് അത്ര ഒന്നും ഇല്ല, വെയിറ്റ് ഇല്ലാത്ത നമ്മളത്ര വെയിറ്റ് ചെയ്താൽ ഇവർക്കില്ല എന്നുള്ളത്. അങ്ങനെ വരികയാണ്. വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇയാളെ പരിഗണിക്കൂല.
നമുക്കറിയാം ചില കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളിൽ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ആദ്യ സൽക്കാരത്തിന് പോയപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യമായിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉള്ള സ്വീകരണം ഒരു പ്രധാന ഘടകം. പെണ്ണിൻ്റെ ഉപ്പ പെണ്ണിൻ്റെ അമ്മ ഉള്ള സ്വീകരണം അതൊരു പ്രധാന ഘടകം. ആദരിക്കുന്നതിൻ്റെ ഭാഗം ഒരു റൂം അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തിട്ട് ആ റൂം മാക്സിമം ക്ലീൻ ആക്കണം. അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ശരിയാക്കണം. ഇത് ഇയാൾ പറയണേ ഞാൻ കയറി ചെന്നപ്പോൾ കാര്യമായിട്ടൊരു പരിഗണനയൊന്നുമില്ല. അവിടെ ഇരിക്കാൻ പറഞ്ഞ് ഓഫീസ് റൂമിൽ ഞാൻ അവിടെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോണ്ട് ഒരു കുട്ടികളുടെ വെള്ളയിട്ട് ഇങ്ങനെ വരുന്നു. അത് കുടിച്ചതിന് പിന്നെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കൂടെ കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ ഭക്ഷണം ഇട്ട് കൊടുക്കുകയെ അല്ലെങ്കിൽ തിന്നി ആദ്യമൊക്കെ വന്നതല്ലേ ഫസ്റ്റ് വന്നതല്ലേ ആ ഈ സംസാരമൊന്നുമില്ല. പിന്നെ മൂപ്പര് ബെഡ്റൂമിലേക്ക് കയറി ചെന്നുള്ള അവസ്ഥ ഏറ്റവും പഴയ ബെഡ്ഷീറ്റാണ് ആ റൂമിൽ. അങ്ങനെ വിലയ്ക്ക് വിരിച്ചിട്ടില്ല. ഇത് വരതാൻ അകൽച്ചക്കുള്ള ഒരു കാരണം പറഞ്ഞ കൂട്ടത്തിൽ ഒരു പ്രധാന കാരണം ഇത് വിശദീകരിച്ചത്. അയാൾ ബെഡ്റൂമിലേക്ക് കയറി ചെന്നപ്പോൾ അയാളെ യാതൊരു പരിഗണനയും അയാൾക്ക് കിട്ടിയിട്ടില്ല. അയാൾ മനസ്സിലാക്കുന്ന ബെഡ്ഷീറ്റിൻ്റെ വലിപ്പമല്ല, പക്ഷെ ആ പരിഗണന ഒരു ഭർത്താവ് ഭാര്യയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യ സൽക്കാര സമയത്ത് ആദ്യ രംഗത്ത് കയറി ചെല്ലുമ്പോൾ അയാളെ വളരെ ആദരിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് സ്വീകരിച്ചിരുത്തേണ്ടതാണ് വീട്ടുകാർ, സ്ത്രീൻ്റെ വീട്ടുകാർ. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇയാൾക്കൊരു തോന്നൽ ഇതിപ്പം മൂപ്പര് അതിനകത്തൊന്നും ചോപ്പില്ലല്ലോ, ഇതിപ്പോൾ നമ്മളെ താഴെ ടീം തന്നെയല്ലേ, സമ്പത്തി നമുക്കാണ് കൂടുതൽ. പിന്നെ ഞാൻ എൻ്റെ മോളെ കെട്ടിച്ച് വെറുതെ പറഞ്ഞയച്ചതല്ല, ഞാൻ 100 കൊടുത്തിട്ട് പറഞ്ഞയച്ചതാണ്. ഓള് കൈ വീശൊന്നും പോയതൊന്നുമല്ല. അപ്പോൾ പിന്നെ അത് അത്രക്ക് മതി എന്നുള്ള പരിഗണന. എന്നിട്ട് ഈ മനുഷ്യൻ വളരെ സങ്കടത്തോടുകൂടി വരും. എന്നിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ അതിൽ ബന്ധപ്പെട്ട് ഒക്കെ ചെറിയ സംഗതിയാണ്, വളരെ ചെറിയ സംഗതി. ഒരു ബെഡ്ഷീറ്റൊന്നും ഒരു വലിയ വിഷയമല്ല, നമുക്കറിയാം. 2 തലയണ തല അട്ടിക്കിട്ടുന്നുള്ള വലിയ വിഷയമൊന്നുമല്ല. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാളെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ആ വീട്ടുകാർ ഇയാളെ പരിഗണിച്ചില്ല. ഇയാൾക്ക് സ്വാഭാവികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെന്താ വെച്ചാൽ ഓരോന്ന് വരുമ്പോഴും അതിങ്ങനെ വലുതാവും. വലുതായി ഇങ്ങനെ വരും. അപ്പോൾ പിന്നെ പ്ലസ് ചെയ്യുമല്ലോ, സ്വാഭാവികമായിട്ട് പ്ലസ് ചെയ്യും. ഇത് പിന്നെ അതിൻ്റെ കൂടെ വേറെ സംഗതി, പിന്നെ അടുത്ത പ്രാവശ്യം പോയപ്പോൾ അങ്ങനെ, പിന്നെ പിറ്റത്തെ പ്രാവശ്യം പോയപ്പോൾ അങ്ങനെ പ്ലസ് ചെയ്ത് സംഗതി നോക്കിയപ്പോൾ വലിയ സീരിയസ് ആയി വിഷയം. അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള ചെറിയ സംഗതികൾ അങ്ങനെ വലുതായതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ആളുകളെ പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട സംഗതി. ഭർത്താവ് കൽപ്പിച്ചാൽ അനുസരിക്കണം. ആ ഭാര്യ ദീനീബോധമുള്ളവളാവണം. ഭർത്താവിനെ ഭാര്യ ആദരിക്കണം. 3-ാമത്തെ സംഗതി റസൂലുള്ളാഹി പറഞ്ഞത് അയാളുടെ അഭാവത്തിൽ സൂക്ഷിക്കേണ്ടതൊക്കെ അവൾ സൂക്ഷിക്കണം. അവളുടെ ശരീരം, ഭർത്താവിൻ്റെ സമ്പത്ത്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. ആര്? ആ ഭാര്യ. പ്രവാചകൻ ഒരിക്കൽ ഖുറൈശി സ്ത്രീകളെ പറ്റി മധുര പറഞ്ഞു. എത്ര നല്ല സ്ത്രീകളാണ് ഖുറൈശി സ്ത്രീകൾ. അവർ കുട്ടികളെ നന്നായി നോക്കുന്നവരാണ്. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ സമ്പത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നവരാണ്. 2 കാര്യങ്ങളാണ് പ്രവാചകൻ പറഞ്ഞത്. ഖുറൈശി പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളാണ്. ഭർത്താവിൻ്റെ സ്വത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നവർ. അതേപോലെ തന്നെ കുട്ടികളെ വളരെ നല്ല തെർബിയത്ത് നടത്തുന്നവർ, നന്നായി വളർത്തുന്നതാണ് ഖുറൈശി സ്ത്രീകളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ വിഷയത്തിൽ നമുക്കറിയാം അമാനത്ത് വളരെ കുറഞ്ഞു പോയൊരു കാലഘട്ടം. പ്രത്യേകിച്ച് ഭർത്താവ് ഗൾഫിലും ഭാര്യ നാട്ടിലുമാണെങ്കിൽ സാമ്പത്തിക രംഗം വളരെ മോശമാണ് അവസ്ഥ. എൻ്റെ ഭർത്താവ് അവിടെ പോയി ഉണ്ടാക്കുന്ന ആ അവസ്ഥയൊന്നും അവളെ ആലോചിക്കാറില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ഒരു വീട്ടിൽ നിന്ന് ഒന്നായിട്ട് ഇങ്ങനെ ഇറങ്ങും പുറത്തേക്ക്. പെണ്ണുങ്ങൾ, ആണുങ്ങളൊന്നും കൂടെ ഉണ്ടാവില്ല. ഒരു ടീം, ഒരു പെണ്ണുങ്ങൾ. അത് വയസ്സ് തന്നത് മുതൽ ചെറിയത് വരെ ഉണ്ടാവും. ഒരു 4-ാം വയസ്സ് മുതൽ 65-70 വയസ്സുള്ള വരെ ഉണ്ടാവും. പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കാനൊന്നും വല്ല കഴിയില്ല. എന്നാലും മുപ്പത്തിയാറുണ്ടാവും മുമ്പ് തന്നെ. എല്ലാവരും കൂടെ അങ്ങനെ പോവുക. എന്നിട്ട് അവിടെ നമുക്കറിയാം ബീച്ചിൽ നോക്കിയാൽ ഐസ്ക്രീം ഷോപ്പുകളുണ്ടാവും. ഐസ്ക്രീം ഷോപ്പുകൾ ഒന്നായിട്ടെടുക്കും ആ വീട്ടിൽ. ഒരു പെരുന്നാളുടെ വർത്താനല്ല ഈ പറഞ്ഞത്, ഒരു പെരുന്നാളിൻ്റെ വർത്താനല്ല, ഞാൻ എൻ്റെ കണ്ണോട്ട് കണ്ട് പറയുന്നത്. കാരണം ഞാൻ കോഴിക്കോടിൻ്റെ ഹൃദയ ഭാഗം ലാൻഡ് പാർക്കിൻ്റെ ഓപ്പോസിറ്റുള്ള പള്ളിയിലാണ് ഞാൻ 10-15 കൊല്ലം കുത്തുബ നടത്തിയത്. അതുകൊണ്ട് എനിക്ക് അവിടെ പൾസ് അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഭർത്താവ് ഗൾഫിൽ, ഭാര്യ നാട്ടിൽ. അത് എന്താ പറയുക, കോഴിക്കോട്ടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ ജീവിതമാണ്. ഒന്നായിട്ട് എല്ലാ വീട്ടിൽ ഇളച്ചനും മൂത്തച്ഛനും മറ്റൊക്കെ ഉണ്ടാവും ഒരു വീട്ടിൽ. എന്നിട്ട് കയറിയിട്ട് തിന്നലെന്താ പറയുന്നത്, 4 രൂപയുടെ ഐസ്ക്രീം അല്ല തിന്നാണ്.
25 രൂപയുടെ ഫാലൂദ പോലുള്ള ടോപ്പുള്ള സാധനം. എന്നിട്ട് ബില്ല് കൊടുക്കുമ്പോൾ 500, 600 ബില്ല് കൊടുക്കും. ഒരു വീട്ടിൽ നിന്ന് അതിനകത്ത് ആളുണ്ടോ? ഈ മാതിരി കടക്കാരോട് നിങ്ങൾ ചോദിച്ചിരിക്കുക ഒരു വിവരം പറയും. കടക്കാർക്ക് കച്ചവടം ഉണ്ടായാലും വളരെ ഇഷ്ടമാണ്. എന്നാലും അവർ സ്വകാര്യ സംഭാഷണത്തിൽ വളരെ ഖേദത്തോടു കൂടി പറയും. കടക്കാർക്ക് കച്ചവടം ഉണ്ടായാലും വളരെ ഇഷ്ടമാണ്. എന്നാലും അവർ സ്വകാര്യ സംഭാഷണത്തിൽ വളരെ ഖേദത്തോടു കൂടി പറയും. ഇതൊക്കെ ഇപ്പം എങ്ങനെ ഉണ്ടാക്കുന്ന പൈസ? ചോര നീരാക്കി ഓവർ ടൈം എടുത്ത് അതിൻ്റെ ഓവർ ടൈം എടുത്ത് 600 റിയാൽ ശമ്പളം, പിന്നെ 200 റിയാൽ മറ്റേ ഓവർ ടൈമിന്, പിന്നെ മറ്റേ ഓവർ ടൈമിന് 200, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി അയക്കണ പൈസ. ആ പൈസയാണ് യാതൊരു വിലയില്ലാതെ 500, 600, 400 ഒക്കെ ഒരേ ടൈം കയറിയിട്ട് ആഴ്ചയിൽ വന്നിട്ട് ഷോപ്പിൽ വന്നിട്ട് ഐസ്ക്രീം അടിച്ച് പോകുന്ന ടീമാണ്. ഭർത്താവിൻ്റെ സ്വത്തിനെ സംബന്ധിച്ച് യാതൊരു ബോധമില്ലാത്ത ആൾക്കാർ. ചെറിയ മനസ്സ് അറിയില്ല. ചെറിയ മനസ്സ് ഭർത്താവ് ഒരു സംഗതി നിർദ്ദേശിച്ചാൽ, വാപ്പ ഒരു സംഗതി വീട്ടിൽ നിർദ്ദേശിച്ചാൽ അത് ഗുണകരമായ നിർദ്ദേശമായിരിക്കും. ഞാനൊരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു 7-7:30 മണി, നമ്മുടെ നാട്ടിലൊക്കെ ഈ വോൾട്ടേജ് കുറയല്ലോ, മഗ്‌രിബായാലും വോൾട്ടേജ് കുറയും ചില ഏരിയയിൽ. അപ്പോൾ മിക്സി ഇട്ടുണ്ട്. മിക്സിയില്ല, മോട്ടർ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കഴിഞ്ഞപ്പോൾ മോട്ടർ ഉണ്ട്. അപ്പോൾ വാപ്പ അങ്ങനെ ഗേറ്റ് വന്നിങ്ങനെ കയറിയപ്പം ഉമ്മ വിളിച്ചു പറയാണ് മോനോട്, വേഗം മോട്ടർ ഓഫാക്കുന്നു. എന്താ സംഗതി? വാപ്പ വന്നാൽ ചീത്ത പറയും, മോട്ടർ ചിലപ്പോൾ കത്തി പോകാൻ സാധ്യതയുണ്ട് വോൾട്ടേജ് വന്ന സമയത്ത്. ഇതെന്താ സംഗതി? ഈ വാപ്പൻ്റെ സ്വത്ത് ഇന്നലെ ഉമ്മൻ്റെ സ്വത്തും. വാപ്പാൻ്റെ സ്വത്തിൻ്റെ അമാനത്ത് ഉമ്മ പഠിപ്പിക്കുകയാണ് മക്കളെ. എങ്ങനെ അറിയോ? അതിൻ്റെ വിധിയും വാപ്പ ഉള്ളപ്പോഴാണ്. വാപ്പ ഉള്ളപ്പോൾ വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത് ഇടാൻ പാടില്ല. വാപ്പ പുറത്തു പോകുമ്പോൾ വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത് ഇടാം. മോട്ടർ കത്തിയാൽ പ്രശ്നമില്ല, കത്തി എന്ന് പറഞ്ഞാൽ മതി. വാപ്പ പിന്നെ ആളെ പോയി കൊണ്ടുവന്ന് അത് നന്നാക്കി എടുത്ത് അത് വേണ്ട മാതിരി കൈകാര്യം ചെയ്യും. ഇതെന്തുകൊണ്ടാണ് ഈ വിഷയം വരുന്നത്? അമാനത്തല്ലേ സംഗതി. ഈ ഉമ്മാനെ ഏൽപ്പിച്ചിട്ടല്ലേ ഈ വാപ്പ പുറത്തോണ്. ചെറിയൊരു മോട്ടറിന്റെ വിഷയം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ചെറിയൊരു മിക്സിയുടെ വിഷയം മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഇതിൽ അമാനത്തിൻ്റെ ഒരു വിഷയം ഉണ്ട്. സൂക്ഷിച്ച് ഏൽപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച സംഗതി, സൂക്ഷിച്ച് കൈകാര്യം പറയാൻ വേണ്ടി ഏൽപ്പിച്ച സംഗതി, അത് അള്ളാഹ് പറഞ്ഞതാണ്. അത് കാറ്റിൽ പറത്തിയിട്ട് അവനവൻ്റെ താല്പര്യം. അതിനാണ് ഞാൻ ഈ സമ്പത്ത് ചൂഷണം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞത്. യാതൊരു വിലയില്ലാതെ പൈസ ചെലവാക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കാണാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വളരെ കരുതി കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾ വീട്ടിലെ സാധനങ്ങളെ പറ്റി പരിശോധിച്ചു. ഞാൻ പറഞ്ഞ മതബോധം അള്ളാനെ പേടി കുറഞ്ഞാണ്ടാണ് ഒരു വിഷയമാണ്. അള്ളാനെ പേടി കുറഞ്ഞ ഒരു പെണ്ണാണ് നമ്മളെ വീട്ടിലുണ്ടാകണമെങ്കിൽ അവൾക്ക് പിന്നെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാനെ പേടി കുറവാണ്. പിന്നെ സ്വാഭാവികമായിട്ട് അവൾ നോക്കുക മറ്റുള്ളവരിലേക്കാണ്. അവൾ അതേ ലെവലിലുള്ള അവളെ ജ്യേഷ്ഠത്തി, അവളെ അനിയത്തി, പിന്നെ അവരെ എളാപ്പൻ്റെ മക്കൾ, മൂത്താപ്പൻ്റെ മക്കൾ, അവരെ അയൽവക്കക്കാർ, മറ്റോട്ടുക്കുന്നവർ, മറ്റുള്ള ഇങ്ങനെ നോക്കും. ഇവള് നോക്കിയിട്ട് ഇവള് പിന്നെ തുലനം ചെയ്യുന്നത് അവരെ വീട്ടിലുള്ള സാധനങ്ങൾ എൻ്റെ വീട്ടിൽ വേണം. അവളെ വീട്ടിൽ എന്തൊക്കെ സാധനം ഉണ്ടാവും എൻ്റെ വീട്ടിൽ വേണം. എൻ്റെ ഭർത്താവിന് ആകെ 1000 റിയാലാണ് ശമ്പളം, മറ്റുള്ള ഭർത്താവിന് 4000 റിയാൽ ശമ്പളം ഉണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ള വാങ്ങുന്നത്. അത് ഇവള് പ്രശ്നമല്ല, നമുക്ക് വിഷയമല്ല. എന്നിട്ട് പറയും അവിടെ അതുണ്ട്, അവിടെ അതുണ്ട്, അവിടെ ഇന്ന സാധനമുണ്ട്, അവിടെ ഇന്ന സാധനമുണ്ട്. നിങ്ങൾ ആര് പറയണം? ഇവള് പറയണം. സ്വാഭാവികം ഭർത്താവിന് ഫോൺ ചെയ്ത് പറയണേ, അല്ലെങ്കിൽ കത്ത് എഴുതണം. എന്നിട്ട് വാങ്ങണം, ഓരോ സാധനങ്ങൾ വാങ്ങണം. ഇവൾക്ക് വീട്ടിൽ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. ആ സാധനം വീട്ടിൽ അത്യാവശ്യമാണോ അല്ലേ എന്നുള്ളതല്ല വിഷയം. അവൾക്കത് വേണം, നിർബന്ധമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, അൽഹാകുമുത് തകാസുർ ഹത്താ ദുർതുമുൽ മഖാബിർ. മരിച്ചു പോണ വരെ പൊങ്ങച്ചവും ദുരഭിമാനവും നിങ്ങൾ അശ്രദ്ധമാക്കിയിട്ടുണ്ട്. മരിക്കുന്നത് വരെ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ പൊങ്ങച്ചവും ദുരഭിമാനവും, ആളുകളുടെ മുമ്പിൽ വലുതാകാനുള്ള, വലിപ്പം കാണിക്കാനുള്ള, അള്ളാഹു എന്ത് വിചാരിക്കുന്നു എന്നതിന് പകരം അവളെന്താ വിചാരിക്കുക, എൻ്റെ ജ്യേഷ്ഠത്തി എന്താ വിചാരിക്കുക, എൻ്റെ ജ്യേഷ്ഠൻ എന്താ വിചാരിക്കുക, മറ്റവരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക, ഇതാണ് വിഷയം. അല്ല റബ്ബ് എന്ത് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സാധനം ഇപ്പം ഞാൻ വാങ്ങിയാൽ എൻ്റെ ഭർത്താവിന് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കുറവാണ്, എൻ്റെ ഭർത്താവിന് സാമ്പത്തികമായിട്ട് വളരെ മോശമാണ് അവസ്ഥയിൽ, ഭർത്താവ് ഇപ്പോൾ തന്നെ കടത്തിലാണ്. കടത്തിലുള്ള ഉപ്പാനോട് അല്ലെങ്കിൽ ഭർത്താവിനോട് ഞാനിത് വാങ്ങാൻ ആവശ്യപ്പെടാൻ പാടുണ്ടോ എന്ന് സ്വയം ആലോചിക്കാൻ കഴിയില്ല. പല ആളുകളും പല കുടുംബങ്ങളിലും ആത്മഹത്യകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ, അതിൻ്റെ പിന്നാലെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് വെച്ചാൽ കടക്കണിയിൽപ്പെട്ടതാണ്. കടക്കണി, അനാവശ്യമായ ആവശ്യപ്പെടൽ. ഇത് സാധനത്തിൻ്റെ ആവശ്യം നോക്കിയിട്ടല്ല, സ്വന്തം വീട്ടിൽ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, അത് നമുക്കത് വേണ്ടതാണോ നോക്കിയിട്ടല്ല. വീട്ടിലത്തെ വിഷയം അങ്ങനെയല്ലേ. വീടിനെ പറ്റി പരിശോധിച്ച് നോക്കുക. പല ആളുകളും കടത്തിലാണ്. എന്താ കാരണം? നമ്മളെ പല ആളുകളും കടത്തിലാണ്. എന്താ കാരണം? ഒരു വീട് അവനൻ്റെ ആവശ്യത്തിനല്ല വീടുണ്ടാക്കിയത്.
വീടുണ്ടാക്കിയത് മറ്റവൻ്റെ അടുത്ത് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ അമ്മൻ്റെ വീടിനോട് മത്സരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ വീടിനോട് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് വീടുണ്ടാക്കുന്നത്. ആ വീടിനൊക്കെ സ്വാഭാവികമായിട്ട് പൈസ കടം വാങ്ങേണ്ടി വരും. കാരണം ഇയാളുടെ കപ്പാസിറ്റിക്ക് യോജിച്ചല്ല വീട്, ഇയാളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചല്ല വീട്, സ്വാഭാവികമായിട്ട് കടം വാങ്ങും. അങ്ങനെ വീടുണ്ടാക്കും, പിന്നെ കടത്ത് കൊടുക്കും, ലോൺ എടുക്കും, ജപ്തി വരും, ജപ്തി നോട്ടീസ് വരും. ഇങ്ങനത്തെ എത്ര സംഭവങ്ങൾ നാട്ടിലുണ്ട്. പ്രവാചകൻ പ്രാർത്ഥിക്കാറില്ലേ, അല്ലാഹുവേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്ഥിതി എനിക്ക് നൽകണമെന്ന്. കൂടുതൽ ആഗ്രഹിക്കുന്നതിന് ഇസ്ലാമെതിരല്ല, അത്യാഗ്രഹിക്കുന്നതിനാണ് ഇസ്ലാമെതിർ. ഒരു നല്ല ജോലി കിട്ടാൻ, ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ, ഒരു നല്ല വീടുണ്ടാൻ ആഗ്രഹിക്കുന്നതിന് ഇസ്ലാമെതിരല്ലല്ലോ. നേരെ മറിച്ച് അത്യാഗ്രഹം ഉണ്ടാവുക. അത്യാഗ്രഹം ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് വെട്ടിപ്പിടിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. പല ആളുകളും നിങ്ങൾ ആലോചിക്കും, പല ആളുകളും വഴിവിട്ട് വരുമാനം ആലോചിക്കാനുള്ള പ്രശ്നം എന്താ? പല ആളുകളും വഴിവിട്ട രൂപത്തിൽ വരുമാനം ഉണ്ടാക്കാനുള്ള, ഹലാലല്ലാത്ത രൂപത്തിൽ വരുമാനം ഉണ്ടാക്കാൻ അവരെ നിർബന്ധിപ്പിക്കുന്ന സംഗതി ഈ ഭാര്യയുടെ തലയണ മന്ത്രം, ഭാര്യയുടെ ആവശ്യപ്പെടലാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം എന്താണ് പറയുന്നത്, ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ മതബോധമുള്ളവളെ തിരഞ്ഞെടുക്കണമെന്ന് റസൂലുള്ള പറഞ്ഞത് വെറുതല്ല. അതില്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ അയാൾ മരിക്കുന്നത് വരെ അയാൾ അനുഭവിക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. ഒരു മനുഷ്യൻ കല്യാണം കഴിക്കുമ്പോൾ അവളുടെ സൽസ്വഭാവവും മതബോധവും നോക്കാതെയാണ് കല്യാണം കഴിച്ചതെന്ന് വിചാരിക്കുക. സ്വാഭാവികമായി അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ ഇതൊക്കെ തന്നെ വരിക. വീടുണ്ടാക്കുമ്പോഴും ആ വീട്ടിലും പ്രശ്നങ്ങളായിരിക്കും. ഭർത്താവിനെ അനുസരിക്കാത്തത് മുതൽ, ഭർത്താവിൻ്റെ വാപ്പനെ അനുസരിക്കാത്തത് മുതൽ, ഉമ്മാനെ അനുസരിക്കാത്തത് മുതൽ ഒരു ചങ്ങല തന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കണം. പ്രവാചകൻ പറഞ്ഞത് മതബോധമുള്ളവളൊക്കെ കല്യാണം കഴിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നല്ല ആണുങ്ങൾക്ക് യോജിച്ചത് നല്ല പെണ്ണുങ്ങളാണ്. നമ്മുടെ ദീനുണ്ട് എന്നൊക്കെ വിചാരിക്കണ പല ആണുങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അറിയാം. പലരും പറയും അവരുടെ നിങ്ങൾ ആ കല്യാണം നിർത്തി പരിശോധിച്ചു. ഞാൻ കല്യാണത്തിന് ഉദാഹരണം പലപ്പോഴും പറയാറുണ്ട്. കാരണം അത് ആളുകൾ സ്ലിപ്പായി പോകുന്ന സമയം. കല്യാണം പള്ളി കമ്മിറ്റിൻ്റെ പ്രസിഡന്റാണ്, മദ്രസ കമ്മിറ്റിൻ്റെ സെക്രട്ടറി, നാട്ടിലെ വലിയ ആളാണ്, വയലിനൊക്കെ അധ്യക്ഷം വഹിക്കുന്ന ആളാണ്, വയലിന് തെസ്കിയത്ത് ക്യാമ്പിൻ്റെ പ്രസിഡീയത്തിലൊക്കെ ഉള്ള ആളാണ്. പക്ഷെ മൂപ്പർ വീട്ടിൽ കല്യാണം നടത്തണം. എൻ്റെ കഥ അറിയണമെങ്കിൽ ഇസ്ലാമിൻ്റെ യാതൊരു ബന്ധവും കല്യാണത്തിനുണ്ടാവില്ല. മാത്രമല്ല പിശാചിൻ്റെ കൂത്താട്ടം എനിക്ക് കല്യാണം, പൈശാചികമായ കൂത്താട്ടം. എത്ര സംഭവങ്ങൾ നമ്മൾ അടുക്കണം. പണത്തിന് യാതൊരു വില ഉണ്ടാവില്ല, അവിടെ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകണമല്ലോ പൈസ. അപ്പോൾ പണത്തിൻ്റെ വില ഇല്ല. ഞാൻ പറഞ്ഞ പൈസ ഉള്ള ആൾക്കാരെ, കടമായി കല്യാണം കഴിക്കില്ല, പണമുള്ള ആൾക്കാരെ അതാ ഞാൻ പറഞ്ഞു. പണമുള്ള ആളുകൾ അവനവൻ്റെ വീട്ടിൽ കല്യാണങ്ങൾ നടക്കുമ്പോൾ പിശാചിൻ്റെ വിളയാട്ടാണ് കല്യാണങ്ങൾ നടക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ഒരു ഇസ്ലാമിൻ്റെ വേഷം അവിടെ ഉണ്ടാവില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ ഇവളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം. റസൂലുള്ള ദീനിൻ്റെ 2/3 ഭാഗം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞൊരു രംഗം. ഇവളെ കല്യാണം കഴിക്കുന്നുണ്ട്. അമ്മോശൻ മരുവന്റെ കയ്യിൽ കൈപിടിച്ച് നിക്കാഹ് നടക്കുന്നത് അക്കത് വളരെ സ്ട്രോങ് ആയ ഉടമ്പടി എന്നാണ് വിശുദ്ധ ഖുർആൻ ഇതിനെപ്പറ്റി പറഞ്ഞത്, കല്യാണത്തിനെ പറ്റി പറഞ്ഞത്. വളരെ കടുത്ത ഉടമ്പടി, വളരെ സ്ട്രോങ് ആയ ഉടമ്പടി. ആ സമയത്ത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു കല്യാണം നടത്തണേ ഒരു ബർക്കത്തുണ്ട് ആ സദസ്സിന്. ഇതല്ല ഉണ്ടാവുക. ഇത് പെൺകുട്ടിയുടെ വേഷവിധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവിടെ വിഷയമല്ല. നിങ്ങൾ ആലോചിച്ചു. ഞാൻ ഈ സദസ്സിലിരിക്കുന്ന സഹോദരന്മാരോട് വളരെ സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കണമെങ്കിൽ നിങ്ങളുടെ മകൾ പർദ്ദ ഇട്ടിട്ട് പുതുക്കടന്നു, പർദ്ദ ഒഴിവാക്കുന്നത്, ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് ഈ ബാക്കിയുള്ള അലങ്കാരങ്ങൾ ഇസ്ലാം അനുവദിച്ചതൊക്കെ ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലുള്ള അലങ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇസ്ലാം അനുവദിച്ച റസൂലുള്ള വളരെ പുണ്യകരമായ ഒരു കർമ്മം എന്ന് പറഞ്ഞ വിവാഹം. ആ രംഗത്ത് മകളെ ഇസ്ലാമിൻ്റെ ഉള്ളിൽ ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നിങ്ങൾക്ക് പുതുക്കം ഇറക്കി പറഞ്ഞേക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടോ? നെഗറ്റീവ് ആയിരിക്കുന്നു. എനിക്കറിയാം കുറേ സംഗതികൾ. ഒരു 75-80% ഈ രംഗത്ത് വളരെ പരാജയതരം. മതബോധമില്ലാത്ത ആൾക്ക് കെട്ടിച്ചൊട്ടതിൻ്റെ പരിണിത ഫലം നമുക്ക് അനുഭവിച്ചാൽ നോക്കിയാൽ അറിയാം. ഞങ്ങളുടെ നാട്ടിലൊരു കല്യാണം നടന്നപ്പോൾ അഫ്ളലുൽമ കഴിഞ്ഞ പെൺകുട്ടിയാണ്. ഭർത്താവിൻ്റെ വീട്ടുകാർ കുറച്ച് മോഡേൺ മൈൻഡുള്ള ആൾക്കാരുണ്ട്. അന്വേഷണം നോക്കിയപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, അയാളെ ദീനൊന്നും ഇവർ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ തേടി വരിക എന്ന് പറഞ്ഞ പരിപാടിയില്ലല്ലോ. പെൺകുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തേടി വന്നു. അപ്പോൾ അഫ്ളൽ കഴിഞ്ഞ പെൺകുട്ടിയാണ്, അഫ്ളലുൽമ കഴിഞ്ഞിട്ടുണ്ട്, നല്ല ദീനി ചിട്ടയോടുകൂടി ജീവിക്കുകയാണ് അവൾ. ഇവർ വന്നപ്പോൾ മക്കനില്ല.
അവരാണ് ഡ്രസ്സ് കൊണ്ടുവരിക, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സ് കൊണ്ടുവരിക. മക്കനില്ല വന്നപ്പോൾ ഇവള് വാശി പിടിച്ചു, ഞാൻ ഇറങ്ങുന്ന പ്രശ്നമില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങണേ മക്കനെ വേണം, നല്ല പുറത്തേക്ക് ഉള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ട് പെണ്ണ് പറഞ്ഞു. ഈ പെണ്ണിൻ്റെ വീട്ടുകാർ അങ്ങാടി പോയിട്ട് മക്കനെ വാങ്ങി വന്നു. അങ്ങനെ മക്കനിട്ട് കല്യാണം പുതുക്കിറങ്ങി. അടുത്ത ആഴ്ചയാണ് സൽക്കാരം, ഒന്നാമത്തെ സൽക്കാരം അടുത്ത ആഴ്ചയാണ്. ഈ ആഴ്ചയിൽ ഈ സ്ത്രീയും ഭർത്താവും കൂടെ വന്നപ്പോൾ ആ പെണ്ണിന് മക്കനില്ല. വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ. എപ്പോഴും മനുഷ്യന്മാർ തെറ്റിലേക്കാണ് ചെയ്യുക, എപ്പോഴും മനുഷ്യന്മാർ തെറ്റിലേക്കാണ് പോവുക. പുതുക്കം ഇറങ്ങാൻ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ മക്കനില്ലാതെ ഇറങ്ങൂല എന്ന് വാശി പിടിച്ച സ്ത്രീ ഒരാഴ്ച കൊണ്ടുണ്ടായ മാറ്റമാണ്. അയാളെ കൂടി ആ മക്കനെ പോയി തട്ടായി. പിന്നെ സ്വാഭാവിക തട്ടുണ്ടാവില്ല, അങ്ങനെ ഇതിൽ വരിക, അത് സ്വാഭാവികമാണ്. ഇവിടെ എൻ്റെ മകളെ ഞാൻ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കണോ നരകത്തിലേക്ക് തീരുമാനിക്കണോ എന്നുള്ള തീരുമാനിക്കേണ്ട ഒരു പ്രധാന ഘട്ടവും കൂടെയാണ് വിവാഹം ജീവിതം എന്നുള്ളത്. എൻ്റെ മകളെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കണോ അതല്ല നരകത്തിലേക്ക് അയക്കണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു പ്രധാന ഘട്ടമാണ്. കാരണം റസൂലുള്ള പറഞ്ഞത് ഭർത്താവിൻ്റെ ഈമാനിനെ സഹായിക്കണ ഭാര്യ, ഭാര്യയുടെ ഈമാനിനെ സഹായിക്കണ ഭർത്താവ് എന്നാണ്. ഭർത്താവിൻ്റെ ഈമാനിനെ സഹായിക്കാൻ ഭാര്യയ്ക്ക് കഴിയണം, ഭാര്യയുടെ ഈമാനിനെ സഹായിക്കാൻ ഭർത്താവിനും കഴിയണം. അപ്പോഴേ ആ കുടുംബജീവിതം സ്ട്രോങ് ഉള്ളൂ. കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറയും കൂടും, ഈമാൻ ഒരേമാതിരി ഇരിക്കില്ല. ഈ ഈമാൻ നിലനിർത്തണമെങ്കിൽ സപ്പോർട്ട് വേണം. അപ്പം ഭാര്യൻ്റെ സപ്പോർട്ട് പോസിറ്റീവായി കിട്ടുമ്പോഴേ ഭർത്താവിൻ്റെ ഈമാൻ നിലനിർത്താൻ കഴിയുള്ളൂ. ഭാര്യൻ്റെ ഈമാനിനെ സപ്പോർട്ട് ചെയ്യാൻ ഭർത്താവ് ശ്രമിക്കണം, അപ്പോഴേ ഭാര്യയുടെ ഈമാൻ നിലനിർത്താൻ കഴിയുള്ളൂ. നേരെ മറിച്ച് ഭാര്യ ദീനീബോധമില്ലാത്തവളാണ്, അല്ലെങ്കിൽ ഭർത്താവ് ദീനീബോധമില്ലാത്തവളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ടാണ് ചായാൻ സാധ്യത. കുറേയൊക്കെ പിടിച്ചു നോക്കും. ഇതിനേക്കാൾ അപ്പുറമാണ് ഷിർക്കിൻ്റെ അവസ്ഥ. അന്വേഷണം വരുമ്പോൾ, കല്യാണാന്വേഷണം വരുമ്പോൾ ഭർത്താവിൻ്റെ വിശ്വാസത്തെ പറ്റി അന്വേഷിക്കാതെ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് തലയുറിഞ്ഞ് പറഞ്ഞിട്ട് ഇത് കാര്യമാണ്. അന്വേഷിച്ചതിന് ശേഷം പിന്നെ പെട്ടാൽ പിന്നെ അള്ളാൻ്റെ കള്ളാണെന്ന് നമുക്ക് വിചാരിക്കാം. ഒരു അന്വേഷണം നടത്തി, കറക്റ്റ് അന്വേഷണം നടത്തി, ഒക്കെ വളരെ ക്ലിയറാണ്, അയാൾ വളരെ ഉഷാറാണ്, ഭർത്താവിന് യാതൊരു ദൂഷ്യമായൊരു സംഗതി ഇല്ല എന്നൊക്കെ ബോധ്യപ്പെട്ട് പിന്നെ കല്യാണത്തെ കഴിഞ്ഞ് ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ അയാൾ പാടുമാറിയാൽ അത് അള്ളാൻ്റെ വിജയമാണെന്ന് നമുക്ക് സമാധാനിക്കാം. ഒരു മകളെ കല്യാണം കഴിക്കുന്നത് വരെ ഇസ്ലാമിക വേഷം ധരിപ്പിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് അവൾ കോലം മാറിയാൽ ഈ വാപ്പക്കുമ്മക്കും സമാധാനിക്കാം, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അവൾ ഇസ്ലാമിക വേഷമാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ സംഗതി. നമ്മുടെ മുമ്പ് ഒരു CASന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. CASന്റെ ക്ലാസ്, അതിൻ്റെ സ്ത്രീകൾക്ക് +2 ഒക്കെ കഴിഞ്ഞ് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ക്ലാസ് ആയിരുന്നു. ആണുങ്ങൾ മിക്കവാറും നമ്മളെ പ്രവർത്തകന്മാരാണ്. ഞാൻ നേരത്തെ കല്യാണത്തിൻ്റെ വിഷയം പറഞ്ഞ കാര്യമാണ്. ഈ വിഷയം വരുമ്പോൾ ആൾക്കാർ സ്ലിപ്പാവുകയാണ്. അതായത് തൻ്റെ പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് ഇട്ട് കൊടുക്കേണ്ട ഡ്രസ്സ് ഏതാണെന്ന് ഇവന് മനസ്സിലാത്തതുകൊണ്ടാ, ഈ കുട്ടീൻ്റെ വാപ്പ മനസ്സിലാത്തതുകൊണ്ടാ ഏറ്റവും മോഡേൺ വേഷം. അതിൻ്റെ കാരണം വിളമ്പയിരിക്കും, ഒരു പ്രധാന കാരണം വിളമ്പയാണ്. ചില ആൾക്കാർ പെണ്ണുങ്ങളെ മാത്രം ഷോപ്പിങ്ങിന് വിടാറുണ്ട്, പോലീസുകളിൽ ഇട്ട് പോരില്ല. മൂപ്പർക്ക് തിരക്കാണ്, ഒഴിവിട്ടില്ല, പൈസ ഉണ്ടാക്കാൻ തിരക്കിലായതുകൊണ്ട് തീരെ കൂടെ നിൽക്കാൻ ഒഴിവുണ്ടാവില്ല. അപ്പോൾ പിന്നെ അവിടെ ഇറക്കിയിട്ടിട്ട് പോയാൽ പിന്നെ ഞങ്ങൾ എടുക്കാതൊക്കെ ശല്യം ഒഴിവാക്കി വിടും മൂപ്പർ. അത് പിന്നെ എടുക്കാൻ വന്നാൽ മതിയല്ലോ, ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ഒരു സെലക്ട് ചെയ്യും. ഇവർക്ക് മതബോധമില്ലെങ്കിലോ ഇവളമ്മക്ക് മതബോധമില്ലെങ്കിലോ എടുക്കുന്ന ഡ്രസ്സ് എന്തായിരിക്കുക? ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായി ഒരു കുടുംബ ജീവിതത്തിൻ്റെ ഭദ്രത വീട്ടിൽ വരുന്ന സ്ത്രീയാണ്. അത് മതബോധമില്ലാത്ത പെണ്ണാണെങ്കിൽ പിന്നെ അത് മുതൽ ഒക്കെ ഫ്ലോപ്പാ, സംഗതി പോക്കാം. ഓരോ പെൺകുട്ടികളുടെ ഡ്രസ്സുണ്ട്, നമുക്ക് അത്ഭുതപ്പെടുന്നു. ദീനില്ലാത്ത ആൾക്കാരും ഖുർആൻ ക്ലാസ്സിന് പോകാത്ത ആൾക്കാരാണെങ്കിൽ ഓക്കെയാണ്. ഒരു വിവരമില്ലാത്തതുകൊണ്ടാണ്, അറിയാത്തതുകൊണ്ടാണ്, ഇതിന് സീരിയസ് മനസ്സിലായില്ല നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇതൊക്കെ എന്തായിരിക്കും നിങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ട്രഷറൊക്കെ ആയിരിക്കും കമ്മിറ്റിയിൽ. ഇവരാണ് തസ്കിയത്ത് ക്ലാസിൻ്റെ പ്രൊസീഡിയത്തിൽ ഉണ്ടാകുക. തസ്കിയത്ത് ക്ലാസ് എടുക്കുമ്പോൾ മകൾ ഇസ്ലാമിക വേഷം എന്താണെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. അത് മറ്റേ ഫാഷൻ പരേഡിലേക്കായിട്ട് പോണ മാതിരിയാണ്. 4 നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ക്ലാസ്സിൽ. ഏത് ക്ലാസ്സിലാണ്? ഖുർആൻ ക്ലാസ്സിൽ. മദ്രസയ്ക്ക് പോകുമ്പോൾ മക്കനിട്ടിട്ട് സ്കൂൾക്ക് മക്കനെ ഒഴിവാക്കുന്ന ടീമുണ്ട്, അതെല്ലാം പറയുന്നത്. മറ്റേടത്ത് പോകുമ്പോൾ പർദ്ദ ഇട്ടിട്ട് കല്യാണത്തിന് പോകുമ്പോൾ മറ്റേ മോഡേൺ ഫാഷൻ ധരിക്കുന്ന ആളുകളുണ്ട്, അവരെ പറ്റിയില്ല ഞാൻ പറയുന്നത്. അത് വേറൊരു കൗമാണ്. ഇത് വിവരമുള്ള ആൾക്കാർ, ആ വീട്ടിലും വിവരമുണ്ട്. പക്ഷേ പ്രശ്നം ഉണ്ടായിട്ട് ആ പെണ്ണിന് അത്ര വിവരം ഉണ്ടാവില്ല. ഇയാളെ ഭാര്യയ്ക്ക് ഇയാൾ ഭയങ്കര നെറ്റ് താമ്പൊക്കെ ഉണ്ടാവും, ഉണ്ടല്ലോ, ഇതിൻ്റെ പ്രധാന ആളായി മാറി. പക്ഷെ വീട്ടിൽ വളരെ പോക്ക അവസ്ഥ. നിങ്ങൾ ആലോചിച്ചു പോയി, ഈ വാപ്പക്കും ഉമ്മക്കും നരകത്ത് പോകാൻ വേണ്ടി വേറെ എന്തെങ്കിലും കമ്മീഷൻ വേണം? ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് അനിസ്ലാമിക വേഷം കൊടുക്കാം.
മാറ് മറക്കാത്ത വേഷവിധാനം, മുടി കാണുന്ന വേഷവിധാനം, എന്നിട്ട് ഇവളിങ്ങനെ നടക്കുക. ഇവളെ 18ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. പ്രായപൂർത്തിയായി 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത്. എത്ര കമ്മീഷൻ വിൽക്കുന്നുണ്ടാവുക? പാപ്പക്കും മക്കളുടെ കമ്മീഷനുകൾ പെൺകുട്ടി. ഈ വേഷത്ത് പുറത്തേക്ക് നടക്കുന്ന സമയത്തൊക്കെ ഹറാമാണ്. റസൂലുള്ള പറഞ്ഞത് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കൂല എന്നാണ്. സ്വർഗത്ത് പോലെ പിന്നല്ലേ, സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കൂല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തിന്റെ വാസന ഇത്ര മൈലുകൾക്കപ്പുറം സ്വർഗത്തിന്റെ പരിമളം അനുഭവിക്കാൻ കഴിയുന്നതാണ്. സ്വർഗത്തിന്റെ പരിമളം ഇത്ര മൈലുകൾക്കപ്പുറം അനുഭവിക്കാൻ കഴിയും. അവിടെ പോലും അവൾ എത്തൂല, അനിസ്ലാമിക വേഷം ധരിക്കുന്ന സ്ത്രീ എത്തൂല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൗമിനെന്താ, അത് ഈ വിഷയം വരുമ്പോൾ അവിടെ പറഞ്ഞു ചെറുതാവുന്നു. അതിപ്പോൾ നിയന്ത്രിക്കാനില്ല. അപ്പോൾ എൻ്റെ മോള് ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ, മറ്റൊരിപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ നമ്മളെന്താ പറയുക, ഓളെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ്. ഫ്രണ്ട്സാണ് പ്രധാന ഘടകം. വാപ്പക്കുമൊക്കെ ഒന്നുമല്ല സ്വാധീനം, ഫ്രണ്ട്സിനാണ്. ഓളെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ്. ഓളൊക്കെ ഈ മാതിരി വേഷം ധരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് എൻ്റെ മോളും അങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് നിലവാരത്തിൽ കിട്ടുള്ളൂ. ഞാനൊക്കെ പണ്ടത്തെ നിലവാരം നോക്കൂല കേട്ടോ. പണ്ടത്തെ ജീവിതം, നാട്ടിലെ ജീവിതം, കീടപ്പായി കിടന്നുറങ്ങിയതും, മറ്റേ കറങ്ങണ ഫാൻ്റെ ചോട്ടിൽ, മറ്റേ ശബ്ദം ഉണ്ടാക്കണ ഫാൻ്റെ ചോട്ടിൽ കിടന്ന് ഉറങ്ങി വളരെ പ്രയാസപ്പെട്ടിട്ട് അവിടെ ഒന്നും മൂപ്പർക്ക് ഓർമ്മയില്ല. ഇപ്പോൾ കുറച്ച് ഗ്രേഡ് കൂടിയതാണ്. ഗ്രേഡ് കൂടിയപ്പോൾ അന്ന് ലൂസുള്ള വസ്ത്രം ഇട്ട് കൊടുക്കാറുണ്ട് മക്കൾക്ക്, ഭാര്യക്കും. ഇവിടെ വന്നപ്പോൾ ടൈറ്റ് കൂടുകയാണ്. പിന്നെയും 10 ഇഞ്ച് കുറയാം, പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെന്താ, ഗ്രേഡ് കൂടിയതാണ്, നിലവാരം കൂടുകയാണ്. അപ്പോൾ നിലവാരം കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് കൂടണം. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ മാതിരി ടീമിൻ്റെ കൂടെ നിങ്ങൾ കണ്ടില്ലേ, ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയി നോക്കിയാൽ കണ്ടില്ലേ, വാപ്പ വളരെ നല്ല വേഷം കണ്ട നമ്മൾ സലാം പറഞ്ഞു, അറിയാതെ കയ്യിൽ നീട്ടിപ്പോവും. കയറുമ്പോൾ കണ്ടോ വളരെ ചിലപ്പോൾ തൊപ്പിയുണ്ടോ. ഇമ്മയും പർദ്ദപ്പെട്ട് വളരെ ഭവ്യമായിട്ട്. ഇതാരാ, അതിൻ്റെ മൂത്ത മോളാണ്. അവളിങ്ങനെ ചെരിഞ്ഞുകൊണ്ടൊരു സാധനം ഇങ്ങനെ നടക്കുന്നത്. അപ്പം എന്താ വെച്ചാൽ കാലിൻ്റെ അടിയിൽ മറ്റേ ഇതാണ്. ഇന്ന് കാലിന് വല്ല തകരാറുണ്ടോ? അല്ല, കാലിന് തകരാറുള്ളതുകൊണ്ടല്ല, നമ്മൾ ചോദിക്കൂല. പക്ഷേ കണ്ടാതൊന്നും ഇങ്ങനെ നടക്കണം. നമുക്ക് വേറെ എന്തോ പ്രശ്നമൊന്നുമല്ല, എന്നാലും ചെരുപ്പിൻ്റെതാണ്. നായ്മ നിൽക്കുമോ വിഷയം? അതിൽ നിൽക്കില്ല. പിന്നെ ഇങ്ങനെ ബാക്കിയുള്ള വേഷമൊക്കെ നോക്കിയാൽ വളരെ സങ്കടം തോന്നും. ഇയാൾ ഇസ്ലാമിൻ്റെ ആളായി നടന്നിട്ട് സ്വന്തം മോള്, സ്വന്തം മോന് ഈ കോലത്തിൽ എങ്ങനെ എത്തിപ്പെട്ട് പഠിച്ചതിനെ നമ്മൾ സങ്കടത്തോട് തോന്നിപ്പോകും. ഞാനൊരു മുസാഹിബിനെ നടക്കേണ്ടതെന്ന് പറയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട തന്നെ ശ്രദ്ധിക്കാഞ്ഞാൽ, ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് പറയാം പഠിച്ചവനോട്, പഠിച്ചവനെ ഞാനെൻ്റെ പരമാവധി പറഞ്ഞു നോക്കിയിട്ടുണ്ട്. ഇപ്പം ഈ മിക്സിങ്ങും മറ്റൊക്കെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരുപാട് വിഷയങ്ങൾ. അവിടെ റസൂലുള്ളാഹിന്റെ നിർദ്ദേശം പരിഗണിച്ചില്ല. 7 വയസ്സായാൽ നിസ്കരിക്കാൻ പറയണം, മാറ്റിക്കിടത്താനും പറയുന്നുണ്ട്. ആങ്ങളും പങ്ങളും ആയാൽ തന്നെ മാറ്റിക്കിടത്താനാണ് പറയുന്നത്. ഒരു മാറ്റിക്കിടത്തണം എന്നാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ്. അത് ആ നിർദ്ദേശം പരിഗണിക്കുന്നില്ലെങ്കിൽ പ്രശ്നം വേറെ ഉണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് 7 വയസ്സായാൽ നിസ്കരിക്കാൻ പറയും. 7 വയസ്സായാൽ അവരെ കിടപ്പറ മാറ്റിക്കിടത്തുക. അത് രക്തബന്ധമുള്ളവരാണെങ്കിൽ പോലും മാറ്റിക്കിടത്തണം എന്നാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. ഈ നിർദ്ദേശം പറയുന്ന ആരാ? പടച്ച റബ്ബാണ്. പടച്ച റബ്ബിനറിയില്ല ഓരോരുത്തരുടെ മനസ്സിലവസ്ഥ എന്താണെന്നുള്ളത്. അത് മുഖവിലിക്കെടുക്കാതെ, അത് മൈൻഡ് ചെയ്യാതെ, ഒരാങ്ങളും മങ്ങളുമല്ലേ, അല്ലെങ്കിൽ അവർ കുടുംബമല്ലേ, എളാപ്പ മൂത്താപ്പ മക്കളല്ലേ, മഹറമായ ആളുകളാണ് ഇസ്ലാമിൽ. വിവാഹബന്ധം ഹറാമല്ലാത്ത ആളുകൾ എങ്ങനെ കൂടെ ജീവിക്കല്? ജ്യേഷ്ഠത്തിയുടെ മകനും അനിയത്തിയുടെ മകനും തമ്മിൽ വിവാഹം ചെയ്തൂടെ? ഇസ്ലാമികയുടെ ഹലാല. അങ്ങനത്തെ മക്കളെങ്ങനെയാണ് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വീട്ടിൽ താമസിക്കുക, വീട്ടിൽ പെരുമാറുക? ഇസ്ലാമികയിൽ ശരിയാ? ഒരു കുടുംബക്കാരാ, ഒരിങ്ങനെ ഇതാണ് നമ്മുടെ നാട്ടിലോർത്താണ്. അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്ന സമൂഹം നയിച്ചുകൊണ്ട്, ഈ മാതിരിയുള്ള സംഗതികളുടെ അനന്തരഫലം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ സമൂഹമാണ്. ടി വി നമുക്കറിയാം. വാപ്പ 1ാമത്തെ സഫിൽ പള്ളിയിലുള്ള പോലെ തന്നെ 1ാമത്തെ സഫിൽ ടി വിന് മുമ്പിലുണ്ടോ? സീരിയലിന് ഓടുക മുമ്പിൽ സുന്നത്ത് വെച്ചിട്ട് വാപ്പേ പള്ളിക്കൊന്ന് തിരക്കിട്ട് പോവുക, എങ്ങോട്ടാ സീരിയൽ മറ്റേ തുടങ്ങാൻ പോവുക. അപ്പോൾ തന്നെ നിസ്കരിക്കാത്ത ടീമൊന്നല്ലത്, ഒക്കെ നിസ്കരിക്കുന്ന ടീം, താമ്പുള്ള ടീമുണ്ട്. നിസ്കരിച്ചൊരു ടീം. മോള് പഠിക്കാനുള്ളൊക്കെ ഞാൻ പഠിച്ച് ശരിയാക്കി, മോനെ പഠിക്കാനുള്ളൊക്കെ പഠിച്ച് ശരിയാക്കി, എല്ലാവരും കൂടെ ജമാഅത്തായിട്ട് ഇരിക്കുക, സീരിയൽ തുടങ്ങാൻ പോവുക. അതിൻ്റെ ഇടയിലുള്ള പരസ്യം, അതിൻ്റെ ഇടയിലുള്ള കാണൽ, കാഴ്ചകൾ, ഇതൊക്കെ ഭയങ്കര ഈമാനിന് ഭയങ്കര പ്രചോദനം നൽകുന്ന സാധനമുള്ളൂ അല്ലേ? ഭയങ്കര ആവേശം നൽകുന്ന സാധനം. അതൊക്കെ ആവേശം നൽകുന്ന ചില ജയിലുണ്ട്, അത് നമ്മൾ തുറക്കലുമില്ല, അത് നമ്മൾ തുറക്കൂല. എന്നിട്ട് എല്ലാത്തിനും ഒരു മറുണ്ട്, ജീവിതത്തിൽ എല്ലാത്തിനും ഒരു മറുണ്ട്, ഉറപ്പല്ലേ?
ഇത് വാപ്പയും ഉമ്മയും മക്കളും കൂടെ എടുത്ത് പ്രായപൂർത്തിയായ മോനും പ്രായപൂർത്തിയായ മകളും ഇരുന്നിട്ട് കൂടിയിരുന്ന് കാണുന്നു. കൂട്ടരെ പിന്നെ ഈ മറ്റുള്ള സംഗതികൾക്ക് വല്ല വിലയും നിലയുണ്ടാവും. ആ മറണ്ട് പൊടിഞ്ഞിലോടുകൂടി ജീവിതത്തിലൊരു മറ എല്ലാത്തിനും ഹയാ എന്ന് പറഞ്ഞ സാധനം, ലജ്ജ. ഒരു സഹാബി മറ്റൊരു സഹാബിയോട് ലജ്ജ ഒഴിവാക്കണം പറഞ്ഞ് ഉപദേശിക്കണം. ലജ്ജ ഒഴിവാക്കാൻ വേണ്ടി ഒരു സഹാബി മറ്റൊരു സഹാബിനെ ഉപദേശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നടന്നു പോകുന്നു. പ്രവാചകൻ പറഞ്ഞു വിട്ടേക്ക്, അത് ഉപദേശിക്കേണ്ടാന്ന്. ലജ്ജ ഒഴിവാക്കാൻ വേണ്ടി ഉപദേശിക്കേണ്ടാന്ന്. ലജ്ജ ഒറ്റക്ക് ആവശ്യമുണ്ട്. കാരണം ലജ്ജ ഇല്ലാതിരുന്നാൽ നമുക്കറിയാലോ, ചില സ്ത്രീകൾ സംസാരിക്കുന്നുണ്ട്, ആണുങ്ങൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. ആണുങ്ങളെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഒരു പെണ്ണിന് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകേണ്ട ഒരു സംഗതിയാണ് ലജ്ജ, ഹയാ. അത് അവളുടെ സൗന്ദര്യമാണ്. ഒരു സ്ത്രീന്റെ സൗന്ദര്യമാണ് ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജ ഇല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ഒരു താറാറുണ്ടെന്ന് അതിനർത്ഥം. ലജ്ജ ഇല്ലാതെ ഇങ്ങനെ ആണുങ്ങളെ മുമ്പിൽ ഇങ്ങനെ നീർന്നു നിന്നിട്ട് ഒരു പെണ്ണിങ്ങനെ സംസാരിച്ചാൽ 10 ആണുങ്ങൾ ഇങ്ങനെ ഉണ്ട്, അപ്പോൾ പെണ്ണിന്നിട്ട് ഇങ്ങനെ കയ്യും കാലൊക്കെ ഇട്ട് സംസാരിച്ചാൽ അപ്പോൾ നമുക്ക് എന്തൊരു തയ്യാറുണ്ട്, എന്തൊരു ആണലിന്റെ കുറവുണ്ട് അതിനർത്ഥം. അതിലൂടെ സംസാരിക്കില്ല. കാരണം ലജ്ജ ഒരു പെണ്ണിനുണ്ടാകണം. സംസാരിക്കുന്നതിനല്ല ഞാൻ ഇതിൽ പറയുന്നത്. ആ ഹയാ ഇല്ലാത്ത രൂപത്തിലുള്ള ഇടപെടലുണ്ടല്ലോ, അത് അപകടം ഉണ്ടാക്കണം. കുടുംബ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ, പ്രവാചകൻ പറഞ്ഞ ഓരോ സംഗതികൾ വളരെ കാര്യം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരു സ്ത്രീ, അവൾക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള ഭർത്താവിനോടാണ്. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ഭർത്താവിനോടാണ്. പിന്നെ കുറേ ബാധ്യതകളുണ്ട്. ഭർത്താവിനോടുള്ള ബാധ്യത നിർവഹിക്കാതെ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിൽ ഇറങ്ങിയാൽ ശരിയാവില്ല. ഞാൻ കോഴിക്കോട് ഭാഗത്ത് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്നോട് നമ്മളൊരു ഫ്രണ്ട് അയാളിങ്ങനെ വന്നിട്ട് പറഞ്ഞു, മൗലവി എൻ്റെ പെണ്ണുങ്ങൾ വളരെ ഉഷാറാണ്. MGMന്റെ മണ്ഡലം സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. ഗവൺമെൻറ് വർഷം മുമ്പാണ്, 5 കൊല്ലം മുമ്പാണ്. വളരെ സജീവമാണ്. എല്ലാ യോഗത്തിനോടും എല്ലാ ക്യാമ്പിലും ആ ഏരിയയിൽ ഏതൊക്കെ ക്യാമ്പുണ്ട് അതിനൊക്കെ പോകും. പരിധി മഹല്ല് വിട്ടിട്ടും ചിലപ്പോൾ പുറത്തു പോകും. ക്യാമ്പിൽ വളരെ സജീവമാണ്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഓളുണ്ടായില്ല, മിക്ക സമയത്തും ഓളുണ്ടായില്ല. അവിടെ മേശപ്പുറത്തിൽ പന്തിൽ ഭക്ഷണം ഉണ്ടാവും, തണുത്ത ഭക്ഷണം അങ്ങനെ എടുപ്പിച്ചിട്ടുണ്ടാവും. അത് ഞാൻ അടുത്തിട്ട് ഇങ്ങനെ കോരി തിന്ന് ഞാനിങ്ങനെ എടുക്കും. പിന്നെ മക്കളോട് ചോദിച്ചാൽ മക്കളൊരു 30 രാവിലെ മറ്റോടത്തുള്ള ക്യാമ്പിനും ഏതാണ്, മറ്റേ എക്സിക്യൂട്ടീവ് യോഗ ഉണ്ട്, മറ്റേ യോഗ ഉണ്ട്, മറ്റേ യോഗ ഉണ്ട്, അതിട്ട് ഇങ്ങനെ നടക്കുന്ന അവസ്ഥ. ഇത് ഇസ്ലാമികമായിട്ട് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പെണ്ണുങ്ങൾ സോഷ്യൽ വർക്കിന് ഞാൻ എതിരല്ല. പക്ഷെ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ബാധ്യത എന്താണ്? ഭർത്താവിനോടാണ്. മക്കളെ നന്നായി പോറ്റലും ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതുകൊണ്ടാണ് അയ്യുമ ഇംറാത്തിൻ മാതത് വസൗജുഹ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ഭർത്താവിന്റെ സംതൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് ഒരു ഭാര്യ മരിച്ചു പോയാൽ അവൾക്ക് സ്വർഗ്ഗം ഉണ്ടെന്നാണ്. ഞാൻ സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് നിങ്ങളെ പറ്റി സംതൃപ്തി ഉണ്ടോ? നിങ്ങളെ ഭർത്താക്കന്മാരെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല എന്താ പെണ്ണുങ്ങളെങ്ങനെ ഉഷാറന്നല്ലേ എന്നൊക്കെ ചോദിച്ചാൽ മതി, ഒന്നും പറയണ്ട, ഏതായാലും 4 കുട്ടികളായി, ഇനിയിപ്പോൾ അങ്ങനെയാണ് പോകും. മുമ്പ് പറയാം ഏത് അങ്ങനെ പല ആൾക്കാരും 4 കുട്ടികളായി, അല്ലെങ്കിൽ 5 കുട്ടികളായി, അല്ലെങ്കിൽ 6 കുട്ടികളായി, ഇനിയിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുക, ഇനിയിപ്പോൾ വല്ലാതെ ഒന്നും ഇല്ലല്ലോ. ഇവർക്ക് ഇവിടെ പ്രതീക്ഷ ഇല്ലാത്ത മാതിരിയാണ്. ഞാൻ മറ്റോട്ട് നോക്കാനുള്ള ആൾക്കാർ പൂർലിങ്ങളെ നോക്കാനുള്ള പരിപാടിയാണ് മുമ്പരാലോചിക്കുന്നത്. അതുകൊണ്ടാണ് മുമ്പ് പരമാവധി പള്ളിയിൽ ഇരുന്നിക്കലും വിഭാഗത്ത് ചെയ്യലും ഖുർആൻ ഓതലും ആചാര്യ പരിപാടിയായിട്ട് മുമ്പ് പോകുന്നത്. എന്നുവെച്ചാൽ സംതൃപ്തി 100% പോട്ടെ, എപ്പോൾ ഉണ്ടായില്ല 100% ഇപ്പോൾ ഇവിടെ കിട്ടിക്കോളുന്നില്ല. 100% ഇവിടെ സ്വർഗത്തിൽ 100% ആകുമ്പോൾ പിന്നെ സ്വർഗത്തിന് വലിയ വില ഒന്നുമില്ല. ഇവിടെ ഒരു 60-70 നോക്കി നിങ്ങൾ 60-70 ഉണ്ടോ മിക്ക ആണുങ്ങളോട് ചോദിച്ചാൽ. നിങ്ങളിപ്പം ഇതിൽ 95% ആൾക്കാർ ചിരിച്ചാൽ വെച്ചാൽ ഞങ്ങളെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടാണ് എനിക്കറിയാം. ചില നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ളത് സംഗതി ശരി തന്നെയാണ്, അത് ഇങ്ങനെ തന്നെയാണ്. എന്നാലും ഒരു സ്ത്രീന്റെ സംതൃപ്തി കിട്ടിയിട്ട് മരിച്ചു പോകണമെന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ പോയിട്ട് ഇനി വാദിക്കാൻ കണ്ട വീട്ടിൽ പോയിട്ട് എൻ്റെ സംതൃപ്തി നിങ്ങൾക്ക് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് പറയാൻ കണ്ട റസൂലുള്ളാഹി പറഞ്ഞില്ല. ഒരു പെണ്ണിന്റെ സംതൃപ്തി കിട്ടിയൊരു ആണ് മരിച്ചു പോയാൽ ആണ് സ്വർഗ്ഗം നബി പറഞ്ഞില്ല. കാരണം ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല, അതന്നെ വിഷയം. ഏതൊരു പെണ്ണിനും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ആയിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാതിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭർത്താവിന്റെ സംതൃപ്തി കിട്ടണം, അതിനുവേണ്ടി പെണ്ണിടും. അപ്പം എന്ത് ചെയ്യണം? ഭർത്താവിന്റെ സംതൃപ്തി കിട്ടാൻ ഭർത്താവിനെ ശുശ്രൂഷിക്കണം, ഭർത്താവിൻ്റെ ഉമ്മാനെ ശുശ്രൂഷിക്കണം, ഭർത്താവിൻ്റെ വാപ്പാനെ ശുശ്രൂഷിക്കണം, ഭർത്താവിൻ്റെ കുടുംബക്കാരുമായിട്ട് നല്ല ബന്ധം പുലർത്തണം. ബന്ധങ്ങൾ, ആദരവ്, സ്നേഹത്തെ പ്രധാനമാണ്. ഭർത്താവിൻ്റെ അമ്മ അസുഖമായി കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിൽ മൂത്താപ്പൻ്റെ മോൻ്റെ മോളെ കുട്ടീൻ്റെ കല്യാണം ഉണ്ട് എന്ന് വിചാരിക്കാം. മൂത്താപ്പൻ്റെ ആങ്ങളുടെ കല്യാണമൊന്നുമില്ല, മൂത്താപ്പൻ്റെ മോളെ കുട്ടീൻ്റെ കല്യാണം. ഇയാളെ ഭർത്താവിൻ്റെ അമ്മ വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നു. നിങ്ങൾ ഏതിനാ പ്രിഫർ ചെയ്യുന്നത്?
എനിക്ക് നിങ്ങളെ നമുക്ക് നോക്കേണ്ട ബാധ്യത എനിക്കില്ലാതെ നിങ്ങൾ പോയി വേണ്ടത്. അതല്ല, ഇയാൾ വളരെ സ്നേഹിക്കുന്ന അയാളുടെ മാതാവ്, അയാൾക്ക് വളരെ സ്നേഹമാണ് ഉമ്മാനോട്, പ്രത്യേകിച്ച് വയസ്സായി. അപ്പോൾ ഇയാളാണ് ശുശ്രൂഷിക്കുന്നത്. കാരണം ഒരു പെണ്ണിനെ ഒരു മകൻ അത് ആണാണെങ്കിൽ ഒരു പരിധിയുണ്ട് ശുശ്രൂഷിക്കണമെങ്കിൽ. അതിന് ഏറ്റവും കൂടുതൽ സൂട്ട് പെണ്ണിനെയാണ്. ഒരു പെണ്ണിനെ ശുശ്രൂഷിക്കാൻ ഒരു പെണ്ണിനെ ഉമ്മാണെങ്കിൽ പോലും അവളെന്താണ് പ്രിഫർ ചെയ്യുന്നത്? എനിക്ക് ബാധ്യത ഇല്ലാതെ പോവുകയോ വേണ്ടത്. അതല്ല, ഇയാളുടെ സ്നേഹവും കൂടെ കിട്ടണമെങ്കിൽ ഇവിടെ ചെയ്യേണ്ട പണി എന്താ? ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാനെ ശുശ്രൂഷിക്കുക, ഭർത്താവിൻ്റെ വാപ്പാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, കുടുംബക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കുന്ന സംഗതി എന്താ വെച്ചാൽ അതൊന്നും നമുക്ക് കണ്ടില്ല. ഞാൻ എൻ്റെ ഭർത്താവ്, ആണുങ്ങൾക്ക് അതാ തന്നെയാണ്. ആണുങ്ങളോട് കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഓൻ്റെ വാപ്പനോട് ഇരിക്കുന്നവരോടൊന്നുമില്ല. പിന്നെ മൂപ്പർക്ക് അമ്മോശൻ മതി, അമ്മോശൻ ഇത് ഓളാക്കുക, ഓക്കും താല്പര്യം അതന്നെ. മൂപ്പര് കഷ്ടപ്പെട്ട് പോറ്റുണ്ടാക്കി മോനെ പഠിപ്പിക്കാൻ മൂപ്പരടങ്ങറായതിന് യാതൊരു പൈസ കടം വാങ്ങിയിട്ട് അത് പഠിപ്പിച്ചിട്ടുണ്ടാകുക. ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞ് ഗൾഫിക്ക് പറഞ്ഞേച്ച് കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം മോനല്ല സ്റ്റാറ്റസാണ്. വാപ്പ സ്റ്റാറ്റസ് കുറച്ച് കുറവാണ്. ഒന്ന് പ്രായം ആയിട്ടുണ്ട്, രണ്ടാമത്തത് പിന്നെ അവൻ്റെ പെണ്ണിൻ്റെ ആ ലെവൽക്ക് അല്ല, പെണ്ണിൻ്റെ കുടുംബക്കാരുടെ ലെവൽക്ക് അത്ര ഉയർച്ച മൂപ്പർക്കില്ല. അപ്പോൾ പിന്നെ മൂപ്പർക്ക് മോനും തോന്നുന്നു സ്റ്റാൻഡേർഡ് കുറവാണ് വാപ്പ. നിങ്ങൾക്കറിയോ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു വീട്ടിൽ സൽക്കാരം നടക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് സ്വന്തം വാപ്പാൻ അടുത്ത വീട്ടിൽ കൊണ്ടാക്കിയ ആളുണ്ട്. അതറിയോ? കാരണം സ്റ്റാറ്റസ് പോരാത്തതുകൊണ്ടാണ്. വാപ്പനെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ ഉള്ള സ്റ്റാറ്റസ് പറയുന്നത് വല്ലാഹി ഞാൻ സത്യം പറയുന്നു, അനുഭവത്തിന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. ഒരു പ്രശ്നത്തിൽ ഒരാൾ പറയുന്നുണ്ട്, ആ സ്വന്തം അയലക്കാരനോട് പറയുന്നുണ്ട്, സൽക്കാരത്തിൻ്റെ സമയത്ത് വേറെന്തോ കാരണം പറഞ്ഞിട്ട് മൂപ്പരം ഉണ്ടാക്കി, സ്ഥലമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറയാമല്ലോ, പറഞ്ഞിട്ട് സ്വന്തം വാപ്പാനെ അപ്പുറത്തുണ്ടാക്കുന്നുണ്ട്. എന്താ സ്റ്റാറ്റസ് പോരാന്നാണ്. അപ്പം പിന്നെ വാപ്പ പോരാ, അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡൊന്നും പോരാ, പിന്നെ സ്റ്റാൻഡേർഡ് വേറെ കുറച്ച് ആൾക്കാരുടെ ലെവലിലാണ്. പിന്നെ വാപ്പനെ പരിചയപ്പെടുത്താൻ നമുക്ക് ഇഷ്ടമല്ല, വാപ്പാനെ പറയാൻ ഇഷ്ടമല്ല. സ്ഥലമെടുത്ത് ഒരു 10 സെൻറ്റ് സ്ഥലം എടുത്തിട്ടുണ്ട് മോൻ. ആ വിവരമൊന്ന് വാപ്പാനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ ഒരു 10 സെൻറ്റ് സ്ഥലം എടുത്തിട്ടുണ്ടോ വീടിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ വാപ്പ അറിഞ്ഞ മറ്റാരോ പറഞ്ഞിട്ടാണ് വാപ്പ വിവരം അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വാപ്പാൻ്റെ സങ്കടങ്ങൾ ആലോചിക്കും. ഉമ്മാനോട് പറയേണ്ട സംഗതി ഉമ്മാനോട് പറയാതെ പുറത്തുനിന്ന് ഏതോ ഒരു പെണ്ണ് അറിഞ്ഞിട്ടാണ് ഉമ്മ അറിയുന്നത് ഇത് മോൻ്റെ വിഷയങ്ങൾ. ആ ഉമ്മാൻ്റെ സങ്കടങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കുടുംബത്തെ പോറ്റിയിട്ട് അവസാനം ആ കുടുംബത്തിൽ കിട്ടുന്ന, ആ മാതാപിതാക്കൾക്ക് കിട്ടുന്ന പ്രയാസകരമായ അവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുന്നത് മാതാപിതാക്കളാണ് സ്വർഗം നരകം. നബി പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ സംതൃപ്തി മാതാപിതാക്കളുടെ സംതൃപ്തിയിലാണ്. അള്ളാഹുവിൻ്റെ സംതൃപ്തി മാതാപിതാക്കളുടെ സംതൃപ്തിയിലാണ്. അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുണ്ട്. നിങ്ങൾക്കറിയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ യുദ്ധത്തിന് വേണ്ടി വന്ന ഒരു സഹാബി, യുദ്ധം ചെയ്യാൻ വേണ്ടി ഷഹീദാകാൻ വേണ്ടി റെഡിയായിട്ട് വന്ന ഒരു സഹാബിയോട് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ടല്ലോ, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹിനോട് അയാളെ മറുപടി ആ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ്. ചില റിപ്പോർട്ടിൽ കാണാം നീ പോരുമ്പോൾ അവരെന്താ ചെയ്തത്, അപ്പോൾ അവർ കരയാണെന്നാണ് മറുപടി പറഞ്ഞത്. അവർ കരയാണ് മോൻ ജിഹാദിന് പോരുമ്പോൾ. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നീ പുണ്യം തന്നെയാണോ ആഗ്രഹിക്കുന്നത്, നീ സ്വർഗം തന്നെയാണോ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കണം വീണ്ടും. അതെ, സ്വർഗം തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ന മറുപടി മകൻ പറയുന്നു. റസൂലുള്ളാഹി പറഞ്ഞ അയാളോട് തിരിച്ചു പോകാൻ, വീട്ടിലേക്ക് തിരിച്ചു പോയി നിന്റെ മാതാപിതാക്കളെ നീ കരയിപ്പിച്ചതുപോലെ അവരെ ചിരിപ്പിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിന്റെ മാതാപിതാക്കൾ എപ്രകാരം കരഞ്ഞോ അതുപോലെ നീ അവരെ ചിരിപ്പിക്കണം, എന്നിട്ട് നീ അവിടെ ജിഹാദ് നടത്തുന്ന അനുഭവം. നീ വാപ്പാൻ്റെ ഉമ്മാൻ്റെ, പ്രത്യേകിച്ച് വയസ്സായ വാപ്പാൻ്റെ ഉമ്മാൻ്റെ എടുത്ത് നിന്നിട്ട് സേവനം ചെയ്യുക. ഈ മാതാപിതാക്കളൊക്കെ വയസ്സായി നോക്കാനാളില്ലാതെ ഗൾഫിൽ വന്ന ആളുകളൊന്നും ആലോചിക്കണം നല്ലതാണ്. അത് ജിഹാദിനൊന്നും എല്ലാം കൂടെ വന്നത്. വയസ്സായ മാതാപിതാക്കൾ നോക്കാൻ ആരുമില്ല എന്ന് വിചാരിക്കുക. ആരെങ്കിലൊക്കെ വിട്ടു നോക്കാൻ നമുക്കറിയാം, കാശുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ വിട്ടു, ഹോം നേഴ്സിനെങ്കിലും കിട്ടാതെ പോരാ. ആലോചിക്കേണ്ട സംഗതി, നമ്മളുടെ സാന്നിധ്യം ഉണ്ടാകേണ്ട സ്ഥലത്ത് നമ്മുടെ സാന്നിധ്യം ഉണ്ടാവും. നമ്മളുടെ സാന്നിധ്യം ഉണ്ടാകേണ്ട സ്ഥലത്ത് നമ്മുടെ സാന്നിധ്യം ഉണ്ടാവും. റസൂലുള്ളാഹി പറഞ്ഞത് ആരോടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന് വേണ്ടി വന്ന ആളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തിരിച്ചു പോകാൻ. തിരിച്ചു പോയി വീട്ടിൽ ചെന്നിട്ട് വാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്നിട്ട് അവരോട് നല്ല രൂപത്തിൽ സുഹബത്ത് നന്നാക്കാൻ, സഹവാസം നന്നാക്കാൻ, അതിൽ നിനക്ക് പ്രതിഫലമുണ്ട്, സ്വർഗ്ഗമുണ്ട് എന്നാണ്. അതുകൊണ്ടുള്ള നബി 3 വട്ടം ആമീൻ ചൊല്ലിയൊരു സംഭവം ഉണ്ടല്ലോ. മിമ്പറിൽ വെച്ചുകൊണ്ട് റസൂലുള്ള 3 വട്ടം ആമീൻ ചൊല്ലിയ സംഭവമുണ്ട് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ. അതിലൊന്നേതാ?
വയസ്സായ മാതാപിതാക്കൾ ഒരാൾക്ക് കിട്ടിയിട്ട് അയാൾക്ക് സ്വർഗം ലഭിച്ചില്ലെങ്കിൽ അയാൾക്ക് നഷ്ടം ഉണ്ടാട്ടെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു. വയസ്സായ മാതാപിതാക്കളെ ഒരാൾക്ക് കിട്ടി, എന്നിട്ട് അയാൾക്ക് അതിലൂടെ സ്വർഗത്തിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അയാൾക്ക് നഷ്ടം ഉണ്ടാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്. അവിടെയാണ് സ്വർഗം നബി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മളെ കുടുംബ ജീവിതത്തിൽ കുറേ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയം പ്രധാനമായി റസൂലുള്ളാഹിയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് അന്ന് അതൊന്നും നോക്കിയില്ല, അന്നിപ്പോൾ അങ്ങനെ വന്ന് ക്ലാസ്സിൽ ഇരുന്നിട്ട് അത് കേൾക്കുമ്പോൾ തല മാന്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ചെയ്യേണ്ട സംഗതി എന്ന് വെച്ചാൽ പറഞ്ഞുതരാം. പെണ്ണുങ്ങളെ ഖുർആൻ ക്ലാസ്സിന് പറഞ്ഞേക്കാം. ദോഹയുടെ ഭാഗങ്ങളിൽ 25-30ഓളം ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. 30ഓളം ഖുർആൻ ക്ലാസ്സുകൾ. കുറേ ഫാമിലി ഉണ്ട്, കുറേ ഫാമിലി ഇല്ലാതില്ല. രണ്ടു കൂട്ടർക്കും വലിയ ക്ലാസ്സുണ്ട്. അവിടെ പോയിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ദീൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്താം, ഈമാൻ ഉണ്ടാക്കാൻ. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അർത്ഥം പഠിച്ചിട്ട് ഈമാൻ ഉണ്ടാക്കുക, എന്നിട്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുക. അപ്പോൾ പെണ്ണിന് കുറച്ച് പദം വരും, ആണിന് കുറച്ച് പദം വരും. അങ്ങാടി പോയി നല്ല ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ കിടന്ന ആൾക്കാരാണ്. അങ്ങാടി പോയിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നത് ഭാര്യൻ്റെയും മക്കളെയും ഭക്ഷണം ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ട്. നമ്മളവിടെ ഉണ്ട്. പുറത്തൊന്നും തരുന്നുകൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പോയതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് അതിനൊരു പരിപാടി. ഇന്നെനിക്ക് തിന്നാൻ വേണ്ട, ഇന്ന് എന്താ അറിയില്ല, വയറ്റിനില്ല, ദഹനക്കുറവാണ്. മൂപ്പർക്ക് മിക്ക ദിവസം ദഹനക്കുറവാണ്. എന്താ ദഹനക്കുറവിൻ്റെ അടിച്ചത്? എന്താ അടിച്ചു പോന്നാ മറ്റോട്ട് പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് അടിച്ചു കയറ്റി പോന്നാണ്. അപ്പോൾ അത് പാവം മറ്റേ സാധു അതിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ശരിക്കും ദഹനക്കുറവാണ്. ഓള് പിന്നെ കുറേ കട്ടൻ ചായയിൽ പിന്നെ ചെറുനാരൊക്കെ പിഞ്ചിൽ കൊടുക്കും. പാവത്തിൻ്റെ ദഹനക്കടൊക്കെ സുഖിക്കോട്ടെ എന്നുള്ളവർക്ക് പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ഉറപ്പ് ബാക്കി ചെയ്യും. പക്ഷെ ഇതാണ് സോക്കടെന്ന് മനസ്സിലാകുന്നത്. ഇതാണ് സമൂഹത്തിലെ അവസ്ഥ. പറഞ്ഞു, നീ ഭക്ഷണം കഴിച്ചാൽ അവൾക്ക് ഭക്ഷണം കൊടുക്കണം. ആണുങ്ങളുടെ ബാധ്യത പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ഭക്ഷണം കഴിച്ചാൽ അവൾക്ക് ഭക്ഷണം കൊടുക്കണം, നീ വസ്ത്രം ധരിച്ചാൽ അവൾക്ക് വസ്ത്രം കൊടുക്കണം, അവളെ മുഖത്തടിക്കരുത്, അവളെ തെറി പറയരുത്, വീട്ടിൽ നിന്നല്ലാതെ നീ അവളേക്ക് മാറിക്കിടക്കരുത്, മാക്സിമം വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടൊക്കെ ആവാം, അതിലപ്പുറമാവരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗം നമുക്കറിയാം. ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗം തന്നെ വളരെ കനപ്പെട്ട ഉപദേശങ്ങളാണ് അതിൽ കൊടുത്തത്, വളരെ കനപ്പെട്ട ഉപദേശങ്ങൾ. അതിൽ റസൂലുള്ളാഹി ആണുങ്ങളെ വിളിച്ച് പറഞ്ഞത് ഇസ്തൗസു ബിനിസാഇ ഖൈറാണ്. വളരെ നല്ല രൂപത്തിൽ അവരോട് പെരുമാറണം, സംസാരിക്കണം, ഉപദേശിക്കണം. കാരണം സൃഷ്ടിപ്പ് തന്നെ ഒരു വളവുണ്ട്. ആ വളവ് ചിലപ്പോൾ ഇങ്ങനെ വായിച്ചു കാണും. എത്ര ദീനുണ്ടെങ്കിലും ചിലപ്പോൾ ആ വളവ് ഇങ്ങനെ ഉണ്ട് കാണും. ആ വളവ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിർത്തണ്ട, ഒന്നാണ്ട് ഇട്ടെടുത്തിട്ട് അത് ശരിയാവും നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ അത് തെറ്റിദ്ധാരണയുണ്ട്, അതുകൊണ്ട് നീങ്ങില്ലാന്ന് പറഞ്ഞു. മുസ്ലിമിന്റെ റിപ്പോർട്ട് തന്നെയുള്ള കസുറുഹ തലാഖുഹ എന്നാണ്. അത് നിർത്തിയ പെട്ടെന്ന് നീ നിവർത്തിയാൽ പൊട്ടിപ്പോകും. പൊട്ടിപ്പോയാൽ തലാഖാണെന്ന് എന്നെ വ്യക്തമായിട്ട് പറയും, തലാഖാണ്, പൊട്ടിപ്പോകാതെ. അതുകൊണ്ട് അതിന് മെനക്കെടണ്ട. എത്ര ദീനുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ തകരാറുകൾ കാണുമ്പോൾ കാണാത്തതിരിങ്ങനെ പൊട്ടന്മാരമായിട്ട് ഇങ്ങനെ അഭിനയിച്ചാൽ, എന്നിട്ട് നല്ല സമയത്ത് നോക്കിയിട്ട് ഉപദേശിക്കുക. അപ്പോൾ ചിലപ്പോൾ ഉപദേശിച്ചാൽ തലയിൽ കയറൂല. അപ്പോൾ അങ്ങനെ ഇത് കലി തുള്ളുന്ന സമയമാകുമ്പോൾ പറഞ്ഞാൽ കയറൂല. കുറച്ചു കഴിഞ്ഞ ശേഷം സമാധാനമായിട്ട് ഐസിൻ്റെ വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത് ഇത് പിന്നെ അവളോട് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല, അത് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യും. അതാണ് ബിൻത യഹ്റ. വളരെ നന്നായിട്ട് ഉപദേശിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ജീവിതം നന്നാവണം, സന്തോഷത്തിലാവണം, കൂടുതൽ കൂടുതൽ ആനന്ദം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ബാധ്യതകൾ നിറവേറ്റാൻ ശ്രമിക്കുക, ആദരിക്കുക, പരസ്പരം ബഹുമാനിക്കുക, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കുക. അത് സംസാരത്തിലും പെരുമാറ്റത്തിലും ഇടപാടിലൊക്കെ ഉണ്ടാവും, ഏത് രംഗത്തും അതുണ്ടാവും. പ്രകടിപ്പിക്കുക, സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, പ്രകടിപ്പിക്കുക. മക്കളോടും അങ്ങനെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കുക. അതിനർത്ഥം മക്കൾ പറഞ്ഞൊക്കെ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല. ഞാൻ എൻ്റെ വേഷത്തിലും കാര്യം പറയാതെ മക്കളെ സ്നേഹിക്കുക, മക്കൾ പറഞ്ഞൊക്കെ വാങ്ങി കൊടുക്കുക എന്നുള്ളതല്ല. മക്കൾക്ക് അത് ഗുണകരമാണോ, അത് ആത്യന്തികമായിട്ട് ഗുണകരമാണോ എന്ന് കൂടെ ആലോചിക്കണം. പരലോകത്തേക്കും അത് ഗുണമുണ്ടോ എന്നും കൂടി ആലോചിക്കുക. എന്നിട്ട് ചെയ്യുക. തൽക്കാലം ഓരോ ഇഷ്ടക്കേടുണ്ടെങ്കിലും അത് വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ, ദീനിന് ഗുണം ചെയ്യുകയാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാതിരിക്കുക. തൽക്കാലം അവർക്ക് കുറച്ചൊരു മുറുമുറുപ്പുണ്ടാവും, ശരിയാണ്. എന്നാലും ചെയ്യേണ്ട സംഗതികൾ. കാരണം എൻ്റെ മകൻ നരകത്ത് പോകാൻ പാടില്ല, എൻ്റെ മകൾ നരകത്ത് പോകാൻ പാടില്ല, എൻ്റെ ഭാര്യ നരകത്ത് പോകാൻ പാടില്ല. ഒരു സ്ത്രീയും വിചാരിക്കണം എൻ്റെ ഭർത്താവ് നരകത്ത് പോകാൻ പാടില്ല. എല്ലാവരും അതാണ് യഥാർത്ഥ സ്നേഹം, യഥാർത്ഥത്തിലുള്ള സ്നേഹം. എൻ്റെ വാപ്പ നരകത്ത് പോകാൻ പാടില്ല, എൻ്റെ ഉമ്മ നരകത്ത് പോകാൻ പാടില്ല. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം, അതിനുള്ള ദീനി പഠനം നമ്മൾ നടത്തണം, ഖുർആൻ ക്ലാസ്സിന് പറഞ്ഞേക്കണം, അതിന് പോകണം, പഠിക്കണം. എന്നിട്ട് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം വീട്ടിലുണ്ടായാൽ വളരെ സന്തോഷമായിരിക്കും. എങ്കിൽ ആ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും, സന്തോഷമുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു ഈമാനോട് കൂടി മരിപ്പിക്കട്ടെ.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا وآخر دعوانا الحمد لله وصلى الله على محمد. السلام عليكم ورحمة الله وبركاته.